2030 രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ 2025 തൊട്ട് വിതയ്ക്കാൻ തുടങ്ങണം, നടാൻ തുടങ്ങണം. ആമേൻ. എനിക്ക് 2030 ആകുമ്പോഴത്തേക്ക് നല്ല നിലയിലെത്തണം. അത് 2030 ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് 2025 തൊട്ട് ചിന്തിക്കണം. എല്ലാം നടക്കണ്ട. എല്ലാം നടന്നാൽ പിന്നെ അതുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും. ദൈവം എല്ലാവർക്കും ഒരു സമയം തരും, രക്ഷപ്പെടാൻ അവസരവും തരും. ആ സമയത്ത് പ്രയോജനപ്പെടുത്തുന്നവൻ കയറി രക്ഷപ്പെടും. ദൈവം തരുന്ന സമയം ഉഴപ്പി നടന്നാൽ പിടികിട്ടൂല. എൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ഇത് എൻ്റെ മനസ്സിൽ വന്ന 2 പേരാണ്. അതിനുശേഷം അതിൽ 3 ആരോ മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ പേരിൻ്റെ അടുത്തും. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ ഈ ജൂലൈ മാസം മുതൽ ഇതുപോലൊരു പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് എഴുതിയിട്ട് 3 ആരോ മാർക്ക് ഇടണം. ഇതുപോലെ 3 ഇട്ടിട്ട് എഴുതണം. ഒന്നാമത്തെ നിയോഗം നിങ്ങളുടെ മകൻ്റെ പേരെഴുതി, മകളുടെ പേരെഴുതി. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണിത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു നദി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിത്തുടങ്ങട്ടെ. ദൈവം നൽകുന്ന സൗഖ്യവും ദൈവം നൽകുന്ന നന്മയും ഐശ്വര്യമൊക്കെ മഴ പോലെ നമ്മളിൽ പെയ്തു വരട്ടെ. നദി പോലെ ജീവിതത്തിലേക്ക് ഒഴുകി വരട്ടെ. കർത്താവേ, ഞങ്ങളിന്ന് വചനം കേൾക്കുന്നത് ഓരോ ആഗ്രഹത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ്, ഓരോ പ്രാർത്ഥന ആവശ്യത്തോടെയുമാണ്. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ അകത്തുള്ള ആഗ്രഹത്തെ സാധിപ്പിക്കത്തക്ക വിധത്തിൽ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കാനിടയാകണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കത്തക്ക വിധം, സാധിക്കുന്ന വിധത്തിൽ ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. എല്ലാ കണ്ണുകളെയും അടച്ച് കർത്താവേ, ഈ മഴയും മഞ്ഞും തണുപ്പുമൊക്കെയുള്ള സമയത്ത് ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് തന്നെ 100% അത്ഭുതമാണ്. ഞങ്ങൾ ദൂരെ നിന്നും സമീപത്തു നിന്നും വന്നവരുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഞങ്ങളെ ഇവിടെ എത്തിച്ച ദൈവസാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആഗ്രഹത്തോടെ വന്നവരുണ്ട്, ഇന്നൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് എനിക്കൊരു ഉത്തമ ഗീതം ദൈവത്തോട് പാടാനുണ്ട്. എല്ലാ കണ്ണുകളെയും ഒന്നടച്ച് കർത്താവേ, ദൈവസന്നദ്ധിയിൽ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ഒറ്റപ്പെട്ടു പോയോ? വളരെ തകർന്നിരിക്കുന്ന ഒരു സമയമാണോ? നിങ്ങളുടെ കുഞ്ഞു മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടോ? നിങ്ങൾ ചില കാര്യങ്ങളെ ഓർത്ത് വല്ലാതെ ഭയപ്പെടുന്നുണ്ടോ? ദൈവത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ ദൈവം നിന്നെ ഏറ്റെടുക്കുന്ന ദിവസമാണ്. നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ നിന്റെ കുടുംബത്തെ ദൈവം ഏറ്റെടുക്കുന്ന സമയമാണ്. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പോലെ മൃദുലം. എനിക്കൊരു ഉത്തമ
ഒന്ന് പറഞ്ഞേ. 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. അല്പം കൂടി ശബ്ദമുയർത്തി. 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേശോ എനിക്കൊരു ഉത്തമഗീതം എൻ്റെ ദൈവത്തോട്, എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. രണ്ട് കരങ്ങളെയും ഉയർത്തി ഒന്ന് പിടിക്കാമോ? കർത്താവേ, ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്നവരെ, ആരുടെയൊക്കെ പ്രാർത്ഥനാവശ്യങ്ങൾ ഇവിടെയുണ്ടോ, ആരൊക്കെയാണോ പ്രാർത്ഥന ചോദിച്ച് എഴുതി പറഞ്ഞും തന്നത്, ആ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. കരങ്ങളെ ഉയർത്തി പറയാമോ? 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള എല്ലാ അധരങ്ങളും തുറന്ന് 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. ഓ 10,000 കരങ്ങളൊന്ന് വീശി പാടിയേ. ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം പകർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരനേശോ. ഒന്നെല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? പരിശുദ്ധൻ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു എല്ലാ അധരങ്ങളെയും. യേശുവേ, യേശുവേ, നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്തവർ. 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എല്ലാ മേഖലയിലും നീ തകർന്നു പോയോ? എല്ലാ മേഖലയിലും നീ ഒറ്റപ്പെട്ടു പോയോ? ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? എനിക്കിനി ഒരു ജീവിതമില്ല, ഭാവിയില്ല, ഒരു നല്ല കാലമില്ല, അങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? എങ്കിൽ നിന്റെ അകത്ത് യേശുവില്ല. എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, എൻ്റെ ഈ കടബാധ്യത മാറില്ല, എൻ്റെ ഈ രോഗസൗഖ്യമാകില്ല, എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറത്തില്ല എന്നാണോ ചിന്തിക്കുന്നത്? എങ്കിൽ നിന്റെ അകത്ത് യേശുവില്ല, എങ്കിൽ നിന്റെ അകത്ത് വചനമില്ല. വചനമുള്ള ഒരാൾ ചിന്തിക്കും, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പുറത്തു കിടക്കും, എൻ്റെ ദൈവം എന്നെ കൈപിടിച്ചുയർത്തും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എൻ്റെ വീടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് നിങ്ങളുടെ അകത്ത് ചിന്തയുണ്ടോ? ആ പ്രശ്നങ്ങളിൽ ഞാൻ അതിജീവിക്കും, ആ പ്രതിസന്ധികൾ മാറും എന്നൊക്കെ അകത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് യേശുവുണ്ട്, നിന്റെ അകത്ത് ദൈവവചനമുണ്ട്. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറ, ഞാൻ രക്ഷപ്പെടും, എന്നെ ഞാൻ ദൈവത്തിൽ അത് വിശ്വസിക്കുന്നു. 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. 10,000-ൽ-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. നമുക്കൊന്നിരിക്കാം.
പ്രിയപ്പെട്ട ഓരോ വ്യക്തികളെയും വളരെ സന്തോഷത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് ദൈവവചനം നിങ്ങളോട് പറയുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം, ഒരു അനുഭവം ഈ മുറ്റത്തുണ്ടായി. ഒരമ്മയും അവരുടെ ഒരു കുഞ്ഞുമാണ്. ആ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ആ കൊച്ചിനെ. ആ കുഞ്ഞിന് ഓട്ടിസമാണ്. അത് കാണുമ്പോഴേ അറിയാം. ആ കൊച്ചിനെ ആ അമ്മ എടുക്കുമ്പോൾ ആ കൊച്ചു വേഗം താഴെ ഇറങ്ങും. അവിടുന്ന് എവിടെയെങ്കിലും പിടിച്ചു വരുമ്പോൾ 2 സെക്കൻഡ് ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. അത് കാണുന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഡ്രസ്സെ പിടിച്ച് വലിക്കുന്നു, എന്തെല്ലാം വലിച്ച് താഴെയിടാവോ അതെല്ലാം ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം സ്വാഭാവികമായി നമ്മൾ ഓർക്കും ആ അമ്മയുടെ മുഖത്തുള്ള ദുഃഖം ഈ ഓട്ടിസമുള്ള കൊച്ചിനെ ഓർത്താന്ന് നമുക്ക് തോന്നും. എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അവരോട് ചോദിച്ച്, ഈ കൊച്ചിനെ ഓർത്താണോ നിങ്ങളുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അദ്ദേഹം ആന്നും പറഞ്ഞില്ല, അല്ലാന്നും പറഞ്ഞില്ല. ഇത്ര എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ആ കൊച്ചിന് വേണ്ടിയാണോ, ആ കൊച്ചിന് ഇങ്ങനെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ടാണെന്നൊന്നും ഒരു കാര്യവും പറഞ്ഞില്ല. അപ്പം ഞാനും ചിന്തിച്ചു ഇവരെന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് നമ്മുടെ താഴത്തെ കൽക്കുരിശിൻ്റെ അപ്പുറത്തുള്ള ആ മെറ്റിലിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലല്ല, അല്ലാത്തൊരു ദിവസം യാദൃശ്ചികമായി കണ്ടതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തെറ്റോ ശരിയോ എന്നൊന്നും അറിയില്ല. എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് അവരോട് ചോദിച്ചു, നിങ്ങളെ ആരാ തൊഴിച്ചതെന്ന്? നിങ്ങളെ ആരാ കാല് പൊക്കി തൊഴിച്ചത്? നിങ്ങളെക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ആരോ കാല് പൊക്കി തൊഴിച്ചതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ. അപ്പോഴാണ് ആ വ്യക്തി പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ ഒരു ദിവസം വന്ന് ഈ കൊച്ചിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പം എന്നെ തൊഴിച്ചു. ആ തൊഴി കിട്ടിയോണ്ടാണ് ഈ കൊച്ചി ഇങ്ങനെ ആയെന്നാണ് ഈ അമ്മ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ഭർത്താവിൻ്റെ അപ്പനെ കൊല്ലാനുള്ള ദേഷ്യമുള്ള ഒരാളാണത്. നോർമൽ വെറുപ്പല്ല, ഭയങ്കര വെറുപ്പാണ് ആ വ്യക്തിയോട്. ഈ കൊച്ചിന് ഈ അസുഖം വരാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെയാകാൻ കാരണം ആ മനുഷ്യൻ തൊഴിച്ചതാണ്. ഇത് മനസ്സിനെ വാക്കത്തിക്ക് വെട്ടിയേക്കാളും വലിയ മുറിവുള്ള ഒരാളാണ്. അപ്പോൾ ആ വ്യക്തി പെട്ടെന്ന് വിഷമമായി, സങ്കടമായി, കരയാൻ തുടങ്ങി, വാക്കുകൾ കിട്ടാതായി. അപ്പം നമ്മൾ സ്വാഭാവികമായും ആ അമ്മയും കൊച്ചിനെയും കാണുമ്പോൾ ഓർക്കും, ഈ കൊച്ചിനെ ഓർത്തായിരിക്കും ഈ അമ്മയ്ക്ക് ഇത്രയും വിഷമമെന്ന്. ആ കൊച്ചിനെ ഓർത്തുള്ള വിഷമത്തേക്കാൾ വലുതാണ് ഭർത്താവിൻ്റെ അപ്പൻ ഈ കൊച്ചിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വന്ന് കാലുപൊക്കി തൊഴിച്ചത്. കൊച്ചിനിപ്പോൾ എത്രയോ 5-6 വയസ്സൊക്കെ ആയി കാണും. പ്രായം ചോദിച്ചില്ല. പക്ഷെ ഞാൻ ഓർത്തത്, ദൈവം എന്തിനാ എന്നെ കാണിച്ചത്? ആ ചോദിച്ച സമയവും ആ പ്രാർത്ഥന കിട്ടിയ സമയമാണ് ആ വ്യക്തി വിടുവിക്കപ്പെട്ട സമയം. ഇല്ലെങ്കിൽ ആ വെറുപ്പായി പോയി എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം, എന്തെങ്കിലുമൊക്കെ ഇത് നെഗറ്റീവായി അവസാനം പൊട്ടത്തരം ചിന്തിക്കും. ചത്താലോ എന്നൊക്കെ ചിന്തിക്കും, മരിച്ചാലോ, എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയെ, ആ സംസാരിച്ച സമയം ആ വ്യക്തി വിടുവിക്കപ്പെട്ട സമയമാണ്. എന്നെ സ്വാധീനിച്ചൊരു കാര്യമാണ്. ബൈബിളിൽ ഒരു വാക്യം വായിക്കാമോ? ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വചനമാണ്.
ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും. അതെല്ലായിടത്തേക്കും കടന്നു ചെല്ലും. എവിടം വരെ? അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും. എന്നാത്തിന്? ദൈവത്തിൻ്റെ വചനത്തിന് ഇരുതല വാളി, 2 വശവും മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അതെവിടെയും കയറി ചെല്ലും. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് അത് കയറി ചെല്ലും. അവൻ്റെ മനസ്സിൻ്റെ ഉണങ്ങാത്ത മുറിവിലേക്ക് ഈ വചനം കയറി ചെല്ലും. അവൻ്റെ വീട്ടിൽ നിലനിൽക്കുന്ന കുടുംബ വഴക്കിലേക്ക്, നരകതുല്യമായ വീട്ടിലേക്ക് ആ വചനം കയറി ചെല്ലും. നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം കയറി ചെല്ലും. എന്തിനാ? ഈ വചനം നമ്മുടെ അകത്തുള്ള ആഗ്രഹത്തെ സാധിപ്പിക്കത്തക്ക വിധം ആ വചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്നത് സംഭവിക്കണം. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന വിധത്തിൽ, നിങ്ങളുടെ നിയോഗത്തിൽ ഒരത്ഭുതം നടക്കുന്ന വിധത്തിൽ, ഇരുതലവാളിൻ്റെ മൂർച്ച പോലെ ആ വിഷയത്തിൽ കടന്നു ചെല്ലണം. ഹല്ലേലൂയ. കടന്നു ചെല്ലും. ദൈവവചനം കടന്നു ചെല്ലും. 1-2 അനുഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ പറയാറില്ല, എങ്കിലും വളരെ സ്വാധീനിച്ച ചില അനുഭവങ്ങൾ പറയാതെ പോകാനും പറ്റത്തില്ല. ഒരു കുടുംബം വന്നിരിക്കുകയാണ്. ഒരു കുടുംബം 4-5 വയസ്സുള്ള അവരുടെ കുഞ്ഞ് രാത്രിയിൽ ഉറങ്ങത്തില്ല, പകലും ഉറങ്ങത്തില്ല, ആരെയും ഉറക്കത്തുമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രിയിൽ ഉറക്കത്തില്ല. ഇത് 1-2 ദിവസത്തെ കാര്യമല്ല, കുറേ നാളായി ഇവർ അനുഭവിക്കുകയാണ്. ഈ കൊച്ചിന് ഒട്ടും ഉറക്കവുമില്ല. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു, അവരിവിടെ എല്ലാ വെള്ളിയാഴ്ചകളും വരുന്ന ആരൊന്നുമല്ല, അവരൊരാൾ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരോട് സംസാരിച്ചു. ദൈവം അവരോട് ചില കാര്യങ്ങൾ പറയാൻ മനസ്സിൽ ഒരു പ്രചോദനം ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ എന്തിനാണ് മന്ത്രം ചെയ്യുന്ന ഒരാൾ വന്നത്? അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, ആ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാകും, പക്ഷെ അബോർഷനായി പോകും. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു മന്ത്രവാദിയെ കൊണ്ടൊന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിപ്പിച്ചാൽ, അല്ലെങ്കിൽ മന്ത്രം ചെയ്യിച്ചാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചിന് 4 മാസം ഉള്ളപ്പോൾ, വയറ്റിലുള്ള 4 മാസം ഉള്ളപ്പോൾ മന്ത്രം ചെയ്യുന്ന ഒരാൾ വീട്ടിൽ വന്നു. അവരുടെ ബെഡ്റൂമിൽ അയാൾ പ്രാർത്ഥിച്ചു അയാളുടെ രീതിയിൽ. പിന്നെ അടുക്കളയിൽ ചെന്ന് അടുപ്പിൽ എന്തോ ചെയ്തു, വെള്ളത്തിലും എന്തോ ചെയ്തു. എന്നതാണെന്ന് ഇവർക്കറിയില്ല. അവർക്ക് കൊടുക്കേണ്ടത് കഴിഞ്ഞ് അവരെ കൊടുത്തു വിട്ടു. ആ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാനാണ് മന്ത്രവാദിയെ കൊണ്ടുവന്നത്. ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാൻ അവർ ആരോ പറഞ്ഞ് മന്ത്രവാദിയെ കൊണ്ടുവന്ന് 4-ാം മാസത്തിൽ അവരുടെ റൂമിലും അടുക്കളയിലെ അവരുടെ അടുപ്പിലും എന്തോ ചെയ്തു. അവർക്കറിയില്ല എന്നാ ചെയ്തതെന്ന്, അത് അവനെക്കുറിച്ച് അവർക്ക് അറിയില്ല. പക്ഷെ അവിടെ നിന്നൊക്കെയാണ് അയാൾ എന്തൊക്കെയോ പറഞ്ഞതും അയാളുടെ രീതി പ്രാർത്ഥിച്ചത്. ആ കൊച്ചു ജനിച്ചപ്പോൾ തൊട്ട് ഭയങ്കര വിഷമോ. ഇപ്പം 4-5 വയസ്സായിട്ടുണ്ട്. ഉറക്കത്തില്ല ഒരാൾ, എപ്പോഴും ഭയങ്കര ഒച്ചത്തിൽ കാറുവാണ്. അപ്പോഴാണ് ഈ കാര്യം കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വചനം ഇതേപോലെ ഒരു കടലാസിൽ എഴുതി കൊടുത്ത് ഈ വചനം നിങ്ങളുടെ വീട്ടിൽ 9 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രതിസന്ധി മാറിക്കോളും. 9 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമായി എഴുതി കൊടുത്തു. ഒരു പേപ്പറിൽ ഒരു വചനം അന്നേരം മനസ്സിൽ കിട്ടിയ വചനം എഴുതി കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കണം. നിങ്ങളൊരു 4 ദിവസം പ്രാർത്ഥിച്ചിട്ട് ദൈവം അടയാളം ചെയ്തെങ്കിൽ അറിയിക്കണം. ആ വിഷയം ആ കുടുംബത്തിൽ നിന്നങ്ങ് മാറി. ചില തിന്മകൾ വീടിനെ വിഴുങ്ങും. ചില തിന്മയുടെ സ്വാധീനങ്ങൾ വീടിനെ വിഴുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും അത് 2 സൈഡിൽ മൂർച്ചയുള്ളതും ആയതുകൊണ്ട് അത് ചെല്ലേണ്ടടുത്ത് ചെന്ന് ആ വചനത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ച് ആ വ്യക്തിയിലും കുടുംബത്തിലുമുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ വെട്ടിമാറ്റും, അറുത്തുമാറ്റും. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. അത് ഈ കുറഞ്ഞ കാലത്ത് എനിക്ക് കൂടുതലായി അത് ബോധ്യപ്പെട്ടു, മനസ്സിലായി. അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. സ്കൂളിൽ, കോളേജിൽ, ബൈബിൾ കോളേജിൽ പോയി കിട്ടിയതല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വചനം എഴുതി കൊടുക്കുമ്പോഴും പറയുമ്പോഴും കിട്ടിയ ഒരു അനുഭവമാണ്. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. ഒരു കുടുംബം വന്ന് പറഞ്ഞ്, ഇതൊക്കെ മറക്കാതിരിക്കാൻ ഡയറിയിൽ കുറിച്ച് വച്ചത് കൊണ്ടാണ് ഞാൻ ഡയറിയിൽ നോക്കിയത്. ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തെ ആരോ മന്ത്രവാദം ചെയ്ത് തകർത്തിട്ടിരിക്കുവാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി? അവരുടെ മൂത്ത മകൾ ഉണ്ട്, മകനുമുണ്ട്. മകൾക്ക് ഒരു കാലിന് ബലക്കുറവുണ്ട്, ഒരു കാലിന്. രണ്ടാമത്തെ കൊച്ചിന് വലിയ തലയാണ്, നോർമൽ വലിപ്പമല്ല, വലിയ തല. കാണുമ്പോൾ തന്നെ ഒരു അഭംഗിയുണ്ട്. വലിയ തല, വലിയ കണ്ണ്, വലിയ മൂക്ക്. രണ്ട് കൊച്ചിനും പ്രശ്നം. അവർ പറയുവാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങളെ മന്ത്രവാദം ചെയ്ത് തകർത്തിട്ടിരിക്കുവാണ്. മന്ത്രവാദം ചെയ്ത് തകർത്ത ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ ചേട്ടന് കച്ചവടമായിരുന്നു, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലൂടെ തകർന്ന് തരിപ്പണമായി ഇന്ന് ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവളുടെ കല്യാണവും നടക്കത്തില്ല. ഇവൾക്ക് ഒരു കാലിന് വലിപ്പക്കുറവും സ്വാധീനക്കുറവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ചട്ടിയാണ് നടക്കുന്നത്. കല്യാണം നടക്കത്തില്ല. ഇവനെ കണ്ടോ, ഇവന് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്, പക്ഷേ ഇവൻ്റെ തലയൊക്കെ വലുതാണ്. ഇവന് കറക്റ്റായിട്ടൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ രണ്ട് മക്കളുടെയും കാര്യം ഓർക്കുമ്പം ഇതുപോലെ തന്നെ വചനം എഴുതി, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു വചനം എഴുതി നിങ്ങളിത് പ്രാർത്ഥിക്കുക. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ പിന്നീട് ഞങ്ങൾ താന്നു പോയിട്ടില്ല, പിന്നീട് ഞങ്ങൾ തകർന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബം കയറി വരാൻ തുടങ്ങി. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അവർ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. വചനം മൂർച്ചയുണ്ട്. ഒരു പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ വീട്ടിൽ വന്ന് ആ പെൺകുട്ടിക്ക് ഒരാൾ കല്യാണം പറഞ്ഞു. ആ പെൺകുട്ടിക്ക് കല്യാണം ഒരിക്കലും ആ കല്യാണം നടത്താമെന്ന് അപ്പനോ അമ്മയോ ചിന്തിച്ചിരുന്നതല്ല. ആ പെൺകുട്ടിക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന്, അവർ വിചാരിച്ചേക്കാൾ നല്ല രീതിയിലുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണാലോചന ചോദിച്ച ഒരാൾ വീട്ടിൽ കയറി വന്നു. അന്വേഷിച്ചു വന്നു. അവർ പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അനുഗ്രഹങ്ങൾ കയറി വരുന്നത് പോലെ ഉണ്ടായി. ഞങ്ങൾ ഒരിക്കലും കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയോ അതിനുവേണ്ടി ഒരു തരം സ്വർണം പോലും കരുതാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. നടക്കത്തില്ലെന്നാണ് വിചാരിച്ചു. ഇവളുടെ ഈ ശരീരപ്രകൃതി ആരും ഇഷ്ടപ്പെടത്തില്ലെന്നാണ് വിചാരിച്ചത്. ദൈവവചനം ചൊല്ലാൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ ഒരിഞ്ച് നീ താഴോട്ട് പോകില്ല. ഒരിഞ്ച് അവിടം കൊണ്ട് നിന്റെ ജീവിതം കയറി വരാൻ തുടങ്ങും. ആ കല്യാണം നടന്നു. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു സന്നദ്ധ സംഘടന ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഇവരുടെ മകനും ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു കച്ചവടം, ഒരു ബിസിനസ്. അതായത് കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ പൈസ സ്വരുക്കൂട്ടിയിട്ട് ഈ അപ്പൻ്റെ മകന്, അതായത് വലിപ്പമുള്ള തലയാണ്, കണ്ണൊക്കെ വലുതാണ്, കാണുമ്പോൾ തന്നെ ശരീരം ഇയാൾക്ക് എന്തൊരു കുഴപ്പമുള്ള പോലെ ആ കൊച്ചിനെ കണ്ടാൽ തോന്നും. ആ കൊച്ചിനൊരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ, ആ മകനൊരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ അവിടെ നന്മനസ്സുള്ള കുറച്ച് പേർ ഒരുങ്ങി വന്നു. അവർ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വചനത്തിലൂടെ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബം ഒരിഞ്ച് താഴോട്ട് പോയില്ലെന്ന് മാത്രമല്ല, ചില നന്മകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ, അന്വേഷിച്ച് വരുന്ന പോലെ ഞങ്ങളുടെ കുടുംബം പതുക്കെ കയറി വരാൻ തുടങ്ങി. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ താഴോട്ടല്ല പോകാൻ തുടങ്ങുന്നത്, കയറി വരാൻ തുടങ്ങും. അനുഗ്രഹത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. ദൈവവചനം കേട്ട ഒരാളും ഒരിഞ്ചും താഴോട്ട് പോയിട്ടില്ല, ഒരാളും പുറകോട്ട് പോയി തകർന്നു വീണിട്ടില്ല. ദൈവം അവരുടെ കുടുംബത്തെ ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരാൻ തുടങ്ങി. ഒരു കാര്യം കൂടി വേഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ഒരു സഹോദരി, അപ്പനും അമ്മയും ഒരു മകനും മകളും, നല്ല അൾത്താരയിലും മധുബകയിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നൊരു മകനാണ്. അൾത്താരയിലൊക്കെ പള്ളിയിലൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ കോളേജിലൊക്കെ എത്താൻ തുടങ്ങിയപ്പം കൂട്ടുകൂടാൻ തുടങ്ങി. പതുക്കെ കൂട്ടുകാർ ഇച്ചിരിച്ചെ കുടിപ്പിക്കാൻ തുടങ്ങി. ചെറുതായിട്ട് വലിക്കുന്നത് കൊടുക്കാൻ തുടങ്ങി, ചവയ്ക്കുന്നത് കൊടുക്കാൻ തുടങ്ങി.
ഇപ്പോൾ വീട്ടുകാരോട് ഭയങ്കര ദേഷ്യമാണ്. എന്തേലും പറഞ്ഞാൽ അവൻ ഭയങ്കര ദേഷ്യത്തോട് പേടിച്ചിട്ട് അമ്മ മിണ്ടത്തില്ല. അവനെ ആയിരുന്നു വലിയൊരു പ്രതീക്ഷ ആ വീടിൻ്റെ. ആ കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന് ഞങ്ങളുടെ മകനെ കൂട്ടുകൂടി പതുക്കെ പതുക്കെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വലിപ്പിച്ച് നല്ലൊരു ആ ഒരു കോലത്തിലേക്ക് ആക്കുന്ന ആൾ. ഇവനങ്ങ് വീട്ടിൽ കയറാതായി എപ്പോഴേലും വരും, എപ്പോഴേലും പോകും. ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്നൊരു കുടുംബം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം കൊടുത്ത് പ്രാർത്ഥിച്ചു. മനസ്സില്ല മനസ്സോടെയാണേലും അവൻ ആദ്യ ദിവസം അവൻ്റെ കുടുംബക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് താഴെ ഒരു സ്ഥലത്ത് വണ്ടിയിലിരുന്നു. പിന്നീട് വേറെ ഒരു ദിവസം അവനിവിടെ കയറി വന്നു. അവനാ പറഞ്ഞത്, എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന കൊള്ളാം, എന്നോട് പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞേക്കല്ല്, എന്നോട് ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലെന്നറിയാലോ, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിച്ച് ഞാൻ അവിടെ ഇരുന്ന് തരും. അവനാണ് ഒരിക്കൽ പറഞ്ഞത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, എനിക്കിപ്പോൾ ജീവിക്കണോ, നന്നായിട്ട് ജീവിക്കണമെന്ന് എന്തോ തോന്നി തുടങ്ങി. നന്നായിട്ട് ജീവിക്കാൻ അവൻ വീട്ടിൽ അവൻ്റെ അമ്മയോട് പറഞ്ഞു, പെങ്ങളുടെ കല്യാണം നടത്തണ്ടേ. ഇത്രയും നേരം അവനോട് എന്ത് കാര്യം പറയുമ്പോഴും ഇതൊന്നും ഒരു ശ്രദ്ധയില്ല. അവൻ നന്മ പറഞ്ഞാൽ തിരിച്ച് കടിക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം പതുക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. സഹോദരിയുടെ കല്യാണം നടത്തണ്ടേ, നമുക്കതിനു വേണ്ടി ചെയ്യണ്ടേ. ഇവൻ്റെ മനസ്സ് മാറി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ്, എനിക്ക് ഫാദർ ഇവിടെ ഇത്രയും പ്രാവശ്യം എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കാൻ ഉള്ളിൽ തോന്നി തുടങ്ങുന്നു. അത് അത്ഭുതമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. അത് നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തിടത്തേക്ക് ആ വചനം കയറി ചെന്ന് അത്ഭുതങ്ങളെ ചെയ്തു തരും, അടയാളങ്ങൾ ചെയ്തു തരും, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണും. ജോസഫ് ഏട്ടൻ ഇവിടെ പ്രസംഗിക്കാൻ സാക്ഷ്യം പറയാൻ കയറുന്നതിനും ഒരു പാട്ട് പാടി തന്നെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്ത ദൈവപ്രവൃത്തി ദൈവം ചെയ്യും. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്തിനാണ് ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്? ദൈവവചനത്തിന് രണ്ട് സൈഡിലും മൂർച്ചയുണ്ടെന്ന്. അത് നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തിടത്ത് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധിച്ചു തന്ന് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ വചനം ശക്തമാണെന്ന് പറയാനല്ലേ? ദൈവത്തിൻ്റെ വചനം ശക്തമാണ്. ഞാൻ ഓർക്കുന്നു ആ ഒരു സഹോദരി പറഞ്ഞത്, അമ്മ പറഞ്ഞത്, എൻ്റെ ഓട്ടിസമുള്ള കൊച്ചിനെ കുറിച്ചൊന്നും എനിക്കൊരു ദുഃഖമില്ല, പക്ഷേ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ എന്നെ ചവിട്ടിയത്, എന്നെ ഗർഭിണിയായിരുന്നു ആ മനുഷ്യനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടായതൊരു വിടുതലാണ്. ആ വെറുപ്പ് മാറിപ്പോയി. ദൈവത്തിൻ്റെ വചനം നിന്നിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. നീ തകർന്നു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നിന്നെ ചേർത്ത് പിടിക്കും. ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ഒരാൾ, ഒരു കുടുംബം ഒരിഞ്ച് തകർന്നു പോകുകയില്ല, ഒരിഞ്ച് താഴോട്ട് പോവുകയില്ല, ഒരിഞ്ച് പരാജയപ്പെട്ടു പോവുകയില്ല. അവന്റെ കുടുംബത്തെ ദൈവം ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങും. ആ ജീവിതങ്ങൾ പതുക്കെ കയറി വരാൻ തുടങ്ങും. ആ പടുകുഴിയിൽ നിന്ന് കയറി വരാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവവചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ അത്ഭുതമുണ്ട്. കാരണം അതിന് മൂർച്ചയുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, പൊട്ടക്കണ്ണൻ മാവേലെറിയുന്ന പോലെ അല്ല ഈ പ്രാർത്ഥന. മാവേ നിറച്ച് മാങ്ങയുണ്ട്, കണ്ണ് കാണത്തില്ലാത്ത വ്യക്തിയും കറക്കി എറിഞ്ഞാൽ ചിലപ്പോൾ മാങ്ങയൊക്കെ വീഴും. എങ്ങനെയും എറിഞ്ഞാൽ ഒരു മാങ്ങയൊക്കെ വീഴും. പക്ഷേ ഇത് കണ്ണ് തുറന്നെറിയുന്നതാണ്. പൊട്ടക്കണ്ണൻ്റെ മാവിലേറ് പോലെയുള്ള പ്രാർത്ഥനയല്ല ഇത്. അത് ചില കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവവചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും. അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചേർന്ന് വരുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളോട് ദൈവവചനത്തിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുവാണ്. നിങ്ങളിങ്ങനെ ഓർക്കണം കേട്ടോ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, വേറൊരു ദിവസവും പറഞ്ഞു, എല്ലാം നടക്കണ്ട, എല്ലാം നടക്കണ്ട. ചിലതേ നടക്കാവൂ, ചിലത് നടക്കരുത്. ജീവിതത്തിൽ അത് നടക്കണ്ട. ചിലത് നടക്കാതിരിക്കുന്നതും അത്ഭുതമാണ്. ചിലത് നടക്കും. എല്ലാം നടന്നാൽ പിന്നെ അതുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും.
ചിലത് വാശി പിടിച്ചും ബഹളം വച്ചും ഒച്ച വച്ചും ദേഷ്യപ്പെട്ടും പിണങ്ങിയൊക്കെ ചിലത് നടന്നു. ഇപ്പോൾ അതിൻ്റെ പുറകെ ആൾക്കാർ നടക്കുന്നത്. ഇപ്പം നടന്ന് വലഞ്ഞു. ഇപ്പം 1000 വട്ടം തോന്നുന്നുണ്ട് അത് നടക്കണ്ടായിരുന്നു അല്ലേ. നടക്കേണ്ടതേ നടക്കാവൂ. എൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ളതേ നടക്കാവൂ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. അത് ദൈവം നിനക്ക് നടത്തി തരില്ല. നമുക്ക് വിഷമം തോന്നും, എത്ര നാളായി പ്രാർത്ഥിച്ചു, എത്ര നാളായി ഇങ്ങനെ. അത് ദൈവം നിന്നെ അടച്ചു വച്ചിരിക്കുവാണ്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാത്തതും അത്ഭുതമാണ്. കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ അതന്ന് നടക്കാതിരുന്നത് ഒത്തിരി നന്നായി. അങ്ങനെ അല്ലായിരുന്നു പുള്ളി 6 വർഷം മുമ്പ് പറഞ്ഞേ. അത് നടന്നിട്ടില്ല, ഇനി ഞാൻ എങ്ങോട്ടുമില്ല, എന്നോടിനി ഞാൻ വർത്തമാനം പറയരുത്. 6 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറയാ, ഇന്ന് എനിക്ക് തോന്നുന്നു അത് നടക്കാതിരുന്നത് ഒത്തിരി നന്നായി എന്ന്. എല്ലാം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് ഉണ്ട് ചില കാര്യങ്ങൾ, അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അത് നടത്തി, ഒന്നും വാശി പിടിച്ചും ബഹളം വച്ചും പിണങ്ങിയും ഒന്നും നടത്തണ്ട. പിന്നെ അതുമായിട്ട് നടക്കേണ്ടി വരും. പിന്നെ 1000 വട്ടം ചിന്തിക്കും. ചില കാര്യങ്ങൾ ചിലർ പറയില്ലേ, ആ കല്യാണം നടത്തണ്ടെന്ന് നിന്നോട് 1000 വട്ടം പറഞ്ഞതല്ലേ. ശരിയാ, അന്നേരം നിനക്കിത് മനസ്സിലാകത്തില്ല. അന്ന് നിനക്ക് നീ പറഞ്ഞ് ഉപദേശിച്ച ആളെ നീ ചീത്ത പറയുക ചെയ്തേ, ഉപദേശിച്ച ആളെ നീ അടിക്കാൻ കൈ ഓങ്ങുക ചെയ്തേ. അന്ന് നിന്നോട് സ്നേഹമുള്ള കുറച്ച് പേര് പറഞ്ഞതാ, നീ ആ കല്യാണം നടത്തണ്ട, ഇല്ല എനിക്ക് ആ കല്യാണം മാത്രം മതി, ഇല്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് നടക്കുക. ഇപ്പോഴവർ ചിന്തിക്കുന്നു, അന്ന് പറഞ്ഞത് ശരിയാണ്, ഇത് ഒത്തുപോകില്ല. അല്ല, അന്നേ നിന്നോട് പറഞ്ഞതല്ലേ, ആ സ്ഥലം വിൽക്കേണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ ഇത്രയും വില, ഇപ്പം നിനക്ക് 1000 വട്ടം ദുഃഖമുണ്ട്. ഇന്ന് അതിനേക്കാൾ അന്ന് അത് വിൽക്കണ്ടായിരുന്നു, അന്നത് കൊടുക്കണ്ടായിരുന്നു, അന്ന് അത് മേടിക്കണ്ടായിരുന്നു, ആ കല്യാണം നടത്തണ്ടായിരുന്നു, അന്നത് പണയം വെക്കണ്ടായിരുന്നു, അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പൈസ കൊടുക്കണ്ട. പലതും നിങ്ങൾ പ്രാർത്ഥിക്കുക. നടക്കേണ്ടത് ജീവിതത്തിൽ നടന്നാൽ മതി. അല്ലാത്തത് എത്ര വലുതാന്ന് പറഞ്ഞാലും, പൊന്നാന്ന് പറഞ്ഞാലും മാണിക്കുവാന്ന് പറഞ്ഞാലും, എനിക്കല്ലാത്തത് എനിക്ക് വേണ്ട. എനിക്കുള്ളതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. അത് എത്ര വലുതായാലും, എത്ര സൗന്ദര്യമുള്ളതായാലും, എത്ര സൗഭാഗ്യമുണ്ടെന്ന് തോന്നിയാലും, എനിക്ക് വേണ്ടി ദൈവം കണ്ടതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടി ദൈവം കണ്ടത് എനിക്ക് മതി. അതേ എനിക്ക് ഗുണമാകത്തുള്ളൂ, അതേ എനിക്ക് അനുഗ്രഹമാകത്തുള്ളൂ, അതേ എനിക്ക് സന്തോഷമാകത്തുള്ളൂ. എനിക്കെല്ലാം നടക്കണം, എല്ലാം നടക്കണം. എല്ലാം നടക്കണ്ട. എല്ലാം നടന്നിട്ട് എന്താ കാര്യം? നടക്കേണ്ടതേ നടക്കാവൂ. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഓരോ ജീവിതങ്ങളും ഇത് ബന്ധമുണ്ട്. ചില കാര്യങ്ങൾ നടക്കണ്ടെന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ മത്സരിച്ച് പ്രാർത്ഥിച്ച് അത് ബഹളം വെച്ചത് നേടിയെടുക്കും. വേണ്ട, വാശി പിടിച്ച് മത്സരിച്ച് ഒന്നും നേടിയെടുത്തതൊന്നും നടക്കണ്ട. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളത് എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. അതൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളിരിക്കുന്ന കസേരയിൽ കൂടെ ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, എല്ലാം നടക്കാൻ വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്, എല്ലാം ഒന്നും നടക്കണ്ട. ചിലത് എനിക്കുള്ളത്, എനിക്ക് വേണ്ടി ദൈവം കരുതിയത് എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. അല്ലാത്ത പൊന്നായാലും മാണിക്യമായാലും സൗന്ദര്യമുള്ളതായാലും സൗഭാഗ്യമുള്ളതാണെന്ന് എനിക്ക് തോന്നിയാലും എനിക്കല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. എനിക്കുള്ളതിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമേ. എനിക്കുള്ളതിനെ ദൈവം എനിക്ക് വേണ്ടി കണ്ടത് നടന്നു കിട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് നടന്നു കിട്ടുവാൻ, ആ ജോലി, ആ ജീവിതം, ആ ഭാവി, ആ കുടുംബം, ആ വീട് പണി, ആ ലോഡ്, ആ ഒരു സ്വപ്നങ്ങൾ എനിക്കുള്ളതാണെങ്കിൽ, എനിക്ക് നടന്നു കിട്ടാൻ ദൈവത്തിൻ്റെ പദ്ധതിയുള്ളതാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടണമേ. അതെൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടണമേ. അതെൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടണമേ. നടന്നു കിട്ടണമേ. നടക്കേണ്ടത് നടന്നാൽ മതി. നടക്കേണ്ടാത്തത് നടന്നാൽ പിന്നെ അതുമായിട്ട് നടക്കേണ്ടി വരും. പിന്നെ നടന്ന് വലയും, നടന്ന് ക്ഷീണിക്കും, വാടിപ്പോകും. മനസ്സും മുഖവും ഒക്കെ അങ്ങ് വാടിപ്പോകുമെന്ന്
നടക്കേണ്ടാത്തതൊന്നും ജീവിതത്തിൽ നടക്കാൻ പാടില്ല. കണ്ണുകളെ അടച്ച് അക്കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മാസത്തിൻ്റെ 4-ാം വെള്ളിയാഴ്ച കർത്താവേ, അങ്ങയുടെ വചനത്തിന് ഇരുതല വാളിനെ പോലെ മൂർച്ചയുണ്ടെന്ന് ഞങ്ങൾ പഠിച്ചു. അങ്ങയുടെ വചനത്തിന് അത്ഭുത ശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ഒരിടത്ത് ആർക്കും കയറി ചെല്ലാത്ത സ്ഥലത്തേക്ക്, ആർക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തിടത്തേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിക്ക് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുമാറ്, അവിടെ ഒരു അടയാളം സംഭവിക്കുന്ന വിധത്തിൽ, അവിടെ അവരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന വിധത്തിൽ ദൈവവചനത്തിന് കടന്നു ചെല്ലാൻ പറ്റുമെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ്, എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതേ നടക്കാവൂ. എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കേണ്ടതേ നടക്കാവൂ. എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതേ നടക്കാവൂ. ഒത്തിരി പേരുണ്ടല്ലോ, പൈസ കൊണ്ടേ കൊടുത്തേച്ച് ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് പോയി, കേസ് കൊടുത്തു. പോലീസുകാർ ചോദിച്ചു, നിങ്ങൾ എന്തു മണ്ടനാണ്, നിങ്ങൾക്കൊരു ബുദ്ധിയില്ലേ, നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചോ? അന്നേരം പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മൾ മണ്ടത്തരത്തിൽ ചെന്ന് ചാടും. ഒരാളും ഒരു ചതിക്കുഴിയിലും ചെന്ന് ചാടിയേക്കരുത്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ചതിക്കുഴിയിലും ചാടരുത്. പ്രാർത്ഥിച്ചു ദൈവത്തോട് ആലോചന ചോദിക്കണം. നടക്കേണ്ടതാണേ അത് നടന്നാൽ മതി, ലഭിക്കേണ്ടതാണെങ്കിൽ എനിക്കത് ലഭിച്ചാൽ മതി. എനിക്കല്ലാത്തതും എനിക്കില്ലാത്തതും ഒന്നും എനിക്ക് വേണ്ട. ദൈവം തരുന്നത്, സന്തോഷത്തോട് തരുന്നത് എനിക്ക് മതി. അതേ എന്നിൽ വസിക്കത്തുള്ളൂ, അതേ എനിക്ക് അനുഗ്രഹമാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇന്ന് നിങ്ങൾ ഈ വിഷയം പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്കൊരു ഗുണമായിട്ട് മാറും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെട്ടുവെന്ന് നിനക്ക് പിന്നീട് മനസ്സിലാകും. അടുത്തൊരു കാര്യം, ഈ ജൂൺ മാസം അവസാനമാണ്. ഇനി ജൂലൈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാണ്. ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വിഷയം നമ്മൾ ജൂൺ മാസം എൻ്റെ ഒരു റീഡിംഗ് അനുസരിച്ച് ഏകദേശം ഒരു ദിവസം 12 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ നിന്ന് ഉയരുന്ന വചനങ്ങൾ കേൾക്കുന്നുണ്ട്. 12 ലക്ഷത്തിലധികം. അത് കാണുന്നത് 5 ലക്ഷത്തിലധികം ആണെങ്കിലും ഒരു വീട്ടിൽ 4-3 പേര് കാണുമ്പോൾ 3-4 12 അല്ലെങ്കിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ദൈവകൃപയിൽ അത് കാണുന്നുണ്ട്. അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അത് അനേകരുടെ ജീവിതത്തിൽ ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവമുണ്ട്. ഒത്തിരി പേര് ഈ പ്രാർത്ഥനയെ ഇഷ്ടപ്പെടുന്നുണ്ട്, ദൈവകൃപയിൽ സ്വീകരിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും ഇടത്തരക്കാരും എല്ലാവരും, മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ വചനത്തെ സ്വീകരിക്കുന്നുണ്ട്. ആരെയും മതം മാറ്റാനല്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടാൻ അത് കാരണമാകും. മതം മാറ്റുക നമ്മുടെ ലക്ഷ്യമല്ല, പക്ഷെ അവരുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഒരാളെയും മതം മാറ്റുകയോ ഒന്നും ലക്ഷ്യമോ പ്രാധാന്യമോ അല്ല. നിങ്ങളായിരിക്കുന്നിടത്തായിരിക്കുക. പക്ഷേ ഈ വചനം നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ മനസ്സിനെ ചിലപ്പോൾ വല്ലാതെ മാറ്റിക്കളയും. മനസ്സിലത് സന്തോഷം തരും, പ്രത്യാശ തരും, സമാധാനം തരും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഒരു വചനം വായിച്ചിട്ട് അത് പ്രസംഗിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം ഇങ്ങനെ എഴുതി, ഓരോന്നിനും ഉണ്ട് ഒരു സമയം. എല്ലാവരും അത് ഓർത്തെ, ഓരോന്നിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യം വായിക്കുക. ആദ്യം വായിച്ചേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അടുത്തത്, ആകാശത്തിന് താഴെ സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ദൈവം എല്ലാവർക്കും ഒരു സമയം തരും, രക്ഷപ്പെടാൻ അവസരവും തരും.
സമയം തരും, അവസരം. ആ സമയത്ത് പ്രയോജനപ്പെടുത്തുന്നോൻ കയറി രക്ഷപ്പെടും. ദൈവം തരുന്ന സമയം ഉഴപ്പി നടന്നാൽ പിടികിട്ടൂല. ദൈവം തരുന്ന സമയം ദൈവത്തെ മറന്നു ജീവിച്ചാൽ ആ അവസരം ആ വ്യക്തിക്ക് ഗുണമാകത്തില്ല. അയാളിലുള്ള ഭാഗ്യം മങ്ങിപ്പോയതിന് ശേഷമേ തിരിച്ചറിയത്തുള്ളൂ. ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ഉള്ളിൽ ദൈവമിട്ടിരിക്കുന്ന ഭാഗ്യം തെളിഞ്ഞു തെളിഞ്ഞു വരും. അതവൻ്റെ ജീവിതത്തെ മനോഹരമാക്കും. ദൈവത്തെ മറന്ന്, പ്രാർത്ഥനയെ മറന്ന് ജീവിക്കുന്നവനിൽ ഞാൻ കണ്ട പ്രത്യേകത, അവനിൽ ദൈവമിട്ട ഭാഗ്യം മങ്ങി മങ്ങിപ്പോയി. തേച്ച് കഴുകിയാലും ഇനി വെളുക്കാത്ത വിധത്തിൽ അതൊക്കെ മങ്ങി, അതിൻ്റെ കളറ് പോയി. ഇപ്പം പ്രായമൊക്കെ ഒത്തിരി കഴിഞ്ഞു. ദൈവം തന്ന സമയവും മനസ്സിലായില്ല, ദൈവം തന്ന അവസരവും പിടികിട്ടിയില്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം തന്ന സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദൈവം തന്ന അവസരം കളയരുതെന്ന്. ബിസിനസ് ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാൻ, മക്കൾ പഠിച്ചു കയറിപ്പോകാൻ, വേറൊരു രാജ്യത്ത് പോകാൻ, ഒരു ഭാഷ പഠിക്കാൻ, ഇതൊക്കെ ഒരു സമയവും അവസരവുമാണ്. ആ സമയത്തത് ദൈവവിചാരത്തോടെ അധ്വാനിക്കുന്നവൻ രക്ഷപ്പെട്ടു കയറി വരും. അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ടത്. വാക്യം വായിക്കുന്നതിന് മുമ്പ് നടാനൊരു കാലം, അന്ന് വായിച്ചേ. രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം. നടാനൊരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. അപ്പൊ എല്ലാവരും കേട്ടെ, നടാനൊരു കാലമുണ്ട്. അപ്പൊ നടണം. എല്ലാവരും കേട്ടോ, നടാതെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റില്ല. പയറ് വേണം, പയറ് നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവൻ പയറിൻ്റെ വിത്ത് നടണം. എനിക്ക് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വാഴക്കൊലയൊക്കെ വേണം, പയറ് വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവൻ 10 മാസം മുമ്പേ അത് നടാൻ തുടങ്ങണം. 2025 2025 തീരുമാനിക്കേണ്ടത് 2025 രക്ഷപ്പെടണമെന്ന് 2010 തൊട്ട് തുടങ്ങണം. 2030 ആവുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ 2025 തൊട്ട് വിതയ്ക്കാൻ തുടങ്ങണം, നടാൻ തുടങ്ങണം. എനിക്ക് 2030 ആകുമ്പോഴത്തേക്ക് നല്ല നിലയിലെത്തണം. അത് 2030 ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് 2025 തൊട്ട് ചിന്തിക്കണം. മിനിമം 2035 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊന്ന് ഈ കുഴിയിൽ നിന്നൊക്കെ കയറണം. ഒരു 10 വർഷം കഴിയുന്നതിന് മുമ്പ് പിള്ളേരൊക്കെ വലുതാകുമ്പോൾ ഇപ്പോഴേ നടാൻ തുടങ്ങണം. എല്ലാവരോടും പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യും, 10ാം ക്ലാസ് പരീക്ഷയാകുമ്പോൾ മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന. എനിക്ക് മനസ്സിലായി, കതിരയിൽ വളം വച്ചിട്ട് കാര്യമില്ല. നേരത്തെ നടുന്നവനെ അത് ഫലം പറിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. എന്താ, ഇതെല്ലാം ഒരു വിതയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വിതയാണ്. നിങ്ങളുടെ ഉള്ളിൽ ബോധ്യങ്ങളെ വിതയ്ക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷ വിതയ്ക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ വിതയ്ക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഒരു വിതയാണ്. ഇവിടെ പാടുന്നയാൾ വിതയ്ക്കുകയാണ്, കൗൺസിലിംഗ് നടത്തുന്ന ആൾ വിതയ്ക്കുകയാണ്, ഓരോ കാര്യങ്ങളും വിതയ്ക്കുകയാണ്. അത് വളരും. ഈ വാക്യം കേട്ടെ, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ധാരാളം കൊയ്യാൻ വേണ്ടി ധാരാളം വിതയ്ക്കണം. അപ്പം നടുന്നവനെ അത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെന്നറിയാമോ, ഞാനിത് പറയാൻ കാരണം, ബൈബിളിൽ എഴുതിയിരിക്കുവാണ് ഓരോന്നിനും ഒരു സമയമുണ്ടെന്ന്. എൻ്റെ കയ്യിൽ ഒരു പേപ്പറുണ്ട്, ഒരു കടലാസാണ്. അതിൽ ഞാൻ തോമസ് എന്നും ജോർജ് എന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള ആരുമല്ല. ഈ എഴുതിയ പേര് എനിക്ക് ആരാന്ന് അറിയത്തുമില്ല. ഇതെൻ്റെ മനസ്സിൽ വന്ന 2 പേരാണ്. അതിനുശേഷം അതിൽ 3 ആരോ മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ പേരിൻ്റെ അടുത്തും. ഈ തോമസും ജോർജും എന്നാന്നറിയാമോ, നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ ഈ ജൂലൈ മാസം മുതൽ ഇതുപോലൊരു പേപ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് എഴുതിയിട്ട് 3 ആരോ മാർക്ക് ഇടണം. ഇതുപോലെ 3 ഇട്ടിട്ട് എഴുതണം. ഒന്നാമത്തെ നിയോഗം, നിങ്ങളുടെ മകൻ്റെ പേരെഴുതി, മകളുടെ പേരെഴുതിയിട്ട് ദൈവത്തെ മറന്നവർ ജീവിക്കരുത്. 2, അവരുടെ ആഗ്രഹമാണ്, എനിക്ക് എയർ ഹോസ്റ്റസ് ആകാനാ വലിയ ആഗ്രഹം, എഴുതി വയ്ക്കണം. എൻ്റെ കൊച്ചിന് ഡോക്ടറാകാനാണ് നല്ല ആഗ്രഹം. 1ാമത്തെ ആഗ്രഹം, അവർ എത്ര വലിയ ആളായാലും ദൈവത്തെ മറന്നവർ ജീവിക്കരുത്.
ഒന്നാമത്തേത്. രണ്ടാമത്തെ, അവരുടെ ജീവിതത്തിൽ അവർ ചെറുപ്പത്തിലേ ചിലപ്പോൾ എനിക്ക് ഡോക്ടറാകണമേ, എനിക്ക് എയർ ഹോസ്റ്റസ് ആകണം, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പഠിച്ച് യൂറോപ്പിൽ പോകണമെന്ന ആഗ്രഹം, എനിക്ക് പഠിച്ച് കടലും കരയും കിടന്ന് എനിക്ക് വേറൊരു രാജ്യത്ത് പോയി ജീവിക്കാൻ എൻ്റെ ആഗ്രഹം. പറഞ്ഞാൽ പോരാ, എഴുതി വയ്ക്കുവാണ്. അല്ല, ഈ വർഷം നടക്കാനുള്ള കാര്യമല്ല എഴുതിയത്. ഇത് ചിലപ്പോൾ 2032 നടക്കുന്നത്. പക്ഷെ വിതച്ചത് 2025 2025 എൻ്റെ ആഗ്രഹത്തെ ഞാൻ കേൾക്കുന്ന വചനത്തോട് ചേർത്ത് വിതയ്ക്കുവാണ്. എഴുതി വയ്ക്കണം. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വച്ച്, ബൈബിൾ പറയുക, നീ വിതച്ചാൽ നിനക്ക് കൊയ്യാൻ പറ്റും. നമ്മൾ കൈയും കെട്ടിയിരുന്ന ഒന്നും കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റിയല്ലെന്ന് മനസ്സിലായി. ഉത്തരത്തിലുള്ളത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളത് കളയണമെന്ന് മനസ്സിലായി. ഇതൊക്കെ സാധാരണ ഭാഷയാണ്. പൊക്കത്തിലുള്ളത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളത് കളയണം. കൈ നനയാതെ മീൻ പിടിക്കാൻ വിചാരിച്ച നടക്കത്തില്ല. അപ്പോൾ നമ്മൾ വിധിക്കണം. ബൈബിൾ പറയുന്നു, നടാനൊരു കാലമുണ്ട്, നടാനൊരു കാലമുണ്ട്, നട്ടത് പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട്. ആൾക്കാർ കൊയ്തെടുക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓ, ആ പിള്ളേർ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു, ഞങ്ങളിങ്ങനെ തകർന്നു കിടക്കുക, ആരോ മന്ത്രവാദം ചെയ്തോണ്ടാ. ഇല്ല, നീ 2025 നട്ടാലേ 2030 പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിയോഗങ്ങൾ എഴുതണം. വരുന്ന മാസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. ഞാൻ ഈ വചനത്തിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആരുമാകട്ടെ, 10ാം ക്ലാസ്സിൽ 10 മാർക്ക് കൂടുതൽ കിട്ടണമെന്ന് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. കൊച്ചു പഠിക്കുന്ന 4ാം ക്ലാസ്സിലായിരിക്കും, 3ാം ക്ലാസ്സിലായിരിക്കും, സ്കൂളിൽ പോയിട്ടില്ലായിരിക്കും. പക്ഷെ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ എഴുതുക. എന്നിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, അത് ഈ മൈക്കിലൂടെ പറയുന്ന ശബ്ദത്തിലൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ കേൾക്കത്തക്ക വിധം പറഞ്ഞു പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്ക്. നിങ്ങൾ നട്ടാൽ അതിൻ്റെ ഫലം നിങ്ങൾ പറിച്ചെടുക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കാണും ദൈവം അതിനെ വളർത്തുന്നത്, ദൈവിക ജീവൻ അതിൽ വരുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പെൺമക്കളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ വിവാഹം നടക്കുന്നത്, അവർക്ക് നല്ല ജീവിതം ഉണ്ടാകുന്നത്. അല്ല, ഇപ്പോഴേ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ധാരാളം വിതയ്ക്കുമ്പോഴേ ധാരാളം കൊയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചില സ്വപ്നങ്ങളില്ലേ, ചില ആളുകളുടെ സ്വപ്നമുണ്ട്, ഞങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിലേക്കാണ് എൻ്റെ മകൾ പോയത്, ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവളുടെ ഇഷ്ടത്തെ, പക്ഷേ എന്നാ ചെയ്യാനാ, ആ വേദന ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് പറയും, വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെറുതെ ആയില്ല എന്ന് ഒരു നാളിൽ നിങ്ങൾ വിളിച്ചു പറയും. വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും ഫലമില്ലെന്ന് ആരും പറയത്തില്ല, ആരും പറയത്തില്ല. നീ വിതയ്ക്കുന്നത് കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ബൈബിൾ എടുത്ത് വായിച്ചേ, 2 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. എന്തിനെങ്ങനെ പറയുന്നറിയാമോ? നമ്മളിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലേക്ക് നമ്മുടെ തലമുറയെ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ തുടങ്ങും, കയറ്റിക്കൊണ്ടുവരാൻ തുടങ്ങും. ആ അനുഗ്രഹത്തിൻ്റെ തീരത്തിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചോ, നമുക്ക് 2030 ഉണ്ട്, 2031 ഉണ്ട്, 2028 ഉണ്ട്, 27, 26 എല്ലാം ഇങ്ങനെ കിടക്കുവാണ്. 2028 ആകുമ്പോൾ ഞങ്ങൾക്ക് ഈ കുഴിയിൽ നിന്ന് കയറി കുറച്ചുകൂടെ റോഡ് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു 10 സെൻറ്റ് ഭൂമി മേടിക്കണം. അത് 2028 വിത്തിട്ടാൽ പോരാ, ഇന്നേ പ്രാർത്ഥിക്കണം. ദൈവമേ, 2028 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റോഡിൻ്റെ ഇറമ്പിൽ വണ്ടിയൊക്കെ പോകുന്ന സൗകര്യം, 10 സെൻറ്റ് ഭൂമി, ഒരു വീടും വേണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഇന്നേ പ്രാർത്ഥിക്കണം. ഒരപ്പനും അപ്പനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നമാണ്, വീട്ടിലോട്ട് പോകാനുള്ള വഴിയൊന്നുമില്ല. പശുവിന് കൊണ്ടുപോകുന്ന ഓക്ക പിണ്ണാക്കൊക്കെ കൊണ്ടുവരും. ഗ്യാസ് കുറ്റിയൊക്കെ വരുന്നത് കണ്ടാൽ ശത്രു പോലും കരഞ്ഞു പോകും. ഗ്യാസ് കുറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുക, ഉരുട്ടി നീർത്തി വെച്ച് 2 പേർക്ക് നടുവയ്യ, വഴിയില്ല, അപ്പുറത്തെ ആൾക്കാർ സ്ഥലം കൊടുക്കത്തില്ല. ഗ്യാസ് കുറ്റി ഉരുട്ടി കൊണ്ടുപോവുക. ഗ്യാസ് കുറ്റി വീട്ടിലെത്തുമ്പം മണ്ണ് കൊണ്ട് കുഴഞ്ഞിരിക്കും, പിന്നെ കഴുകണം. ഒരു വീട്ടിൽ ഗ്യാസ് കുറ്റി, ഒരാൾക്ക് നടുവയ്യ, വേറൊരാൾക്ക് ഹാർട്ടിന് പ്രശ്നം, 2 പേർക്കും ആരോഗ്യമില്ല.
ഇത് കണ്ട വീട്ടിലെ മകൾ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു നല്ല ജോലി, ഒരു ജോലിയായിട്ട് വേണം. എൻ്റെ അപ്പനും അമ്മയുടെ ഈ ഗ്യാസ് കുറ്റി ഉന്തി ഈ ഓട്ടോറിക്ഷയ്ക്ക് അവിടെ ഇറക്കി വെച്ച് അത് ഇറക്കിക്കൊണ്ടുവരാനും പറ്റത്തില്ല. ഈ മണ്ണിക്കൂടെ ഉരുട്ടി 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 വീട്ടിൽ കൂടെ കൊണ്ടുവരുന്ന അവസ്ഥ. എനിക്കൊരു 2000 ആ ആഗ്രഹത്തിൻ്റെ വിത്ത പ്രാർത്ഥനയിലിട്ടത് 2024 ആയപ്പോൾ അത് അനുഗ്രഹമായി വെളിപ്പെട്ടു. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിതയ്ക്കുന്നത് അനുഗ്രഹമായത് കൊയ്തെടുക്കും. പഞ്ചായത്തിൽ ഇരുന്നോണ്ടോ, ടൗണിലെ ബാർബർ ഷോപ്പിൽ ഇരുന്നോണ്ടോ, ഹോട്ടലിൽ ഇരുന്നോണ്ടോ അല്ല വിതയ്ക്കുന്നത്. പ്രാർത്ഥനയുള്ള ദൈവത്തിൻ്റെ ശക്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് വിതച്ചാൽ ബൈബിൾ പറയുന്നു നട്ടത് പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട്. ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, നടാനൊരു കാലമുണ്ട്, അത് പറിച്ചെടുക്കാൻ. വായിച്ചേ, അതിലുണ്ടായ ഫലം പറിച്ചെടുക്കാൻ ഒരു കാലമുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ട്, ഈ കസേരയിൽ ഇരുന്നുണ്ട്. ജൂലൈ മാസം മുതൽ ഇങ്ങനെയാ ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ തൊട്ടു പുറകെ വരുന്ന തലമുറ രക്ഷപ്പെട്ടാലേ, അനുഗ്രഹത്തിലേക്ക് വന്നാലേ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ. ഒരാൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഒരാൾ നശിച്ചു പോകാതിരിക്കാൻ, എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട സമയത്ത് കൃത്യമായി അവരെത്താൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു വഴി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ പേരൊക്കെ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങളുണ്ട്. അത് അക്കമിട്ട് ഓർത്തേ, എൻ്റെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഇന്നതാ സ്വപ്നങ്ങൾ. അതിന്ന് തൊട്ട് വിത്തിടുന്ന പോലെ, ഒരു കർഷകൻ മണ്ണിൽ വിത്തിടുന്നത് പോലെ പ്രാർത്ഥനയിൽ അത് ഇടുകയാണ്. അതിൽ വെള്ളവും കാലാവസ്ഥ അനുകൂലമായൊക്കെ വരുമ്പോൾ അത് മുളച്ചു മുളച്ചു വരുന്നത് പോലെ ആ പ്രാർത്ഥിച്ച കാര്യത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം അതിനെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ദൈവം അതിനെ വളർത്താൻ തുടങ്ങും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചടുത്തേക്ക് നീ എത്താൻ തുടങ്ങും. ഈ വാക്യം കൂടെ ഒന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വിതയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. വിതയ്ക്കുന്ന സമയത്ത് വരണ്ട ഭൂമി ഫലപുഷ്ടിയുള്ള മണ്ണ് പോലെ ആകുന്ന ബൈബിൾ പറയുന്ന ആ വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവും ആയി മാറുകയും. എന്ത് ഫലപുഷ്ടിയുള്ള വയലാകും? മരുഭൂമി. ഇതുപോലെയുള്ളൊരു മാറ്റം ഉണ്ടാകുന്നു. മരുഭൂമി ഫലപുഷ്ടിയുള്ള മണ്ണ് പോലെ, സ്ഥലം പോലെ ആകുന്ന പോലെ ഇന്ന് ആഗ്രഹത്തിൻ്റെ വിത്തിട്ട് പ്രാർത്ഥിച്ചാൽ, കർഷകനെ പോലെ പ്രാർത്ഥിച്ചാൽ, അതുപോലൊക്കെ ചെയ്താൽ, ആത്മാവിൽ ചെയ്താൽ മരുഭൂമി പോലെ ഉണങ്ങി വരണ്ട അവസ്ഥയെന്ന് മാറി അത് ഫലപുഷ്ടിയുള്ള ഒരു ഭൂമി പോലെ ആകുമെന്ന് ഈ വാക്യം കൂടെ വായിച്ച്. 2 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. സത്യം ഇതാണ്. സത്യം, ശ്രദ്ധിച്ചു കേട്ടോ, സത്യം ഇതാണ്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ചിലർ പറയുന്നു എനിക്ക് 2025 ഒന്നും എത്താൻ പറ്റിയില്ല. അന്നേരം അല്പമേ വിതച്ചുള്ളൂ. ഇന്ന് ധാരാളം വിതയ്ക്ക്. 3-4 നിയോഗങ്ങൾ എഴുതി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ധാരാളം വിതയ്ക്ക്. അന്ന് നിങ്ങൾ എന്ത് ചെയ്തു? ഇത് കൊണ്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞ അല്പമേ വിതച്ചുള്ളൂ. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ബൈബിൾ പറയുവോ ധാരാളം കൊയ്യും. എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടിയാകാം, കുടുംബത്തിന് വേണ്ടിയാകാം. എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇത് ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ്. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് മനസ്സ് വയ്ക്കുകയാണ്. ഒരിക്കൽ കൂടി കേട്ടെ, ചില കാര്യങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിന്. അടുത്ത മാസം പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തുന്നു. കുറച്ച് വിതയ്ക്കല്, ധാരാളം വിതയ്ക്ക്. അതിന് വെള്ളവും വളവും കൊടുക്കുന്ന പോലെ പ്രാർത്ഥന കൊടുക്ക്. ഈ ആലയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജൂലൈ മുതൽ തീരുമാനമെടുക്കുക. ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഓർക്കുക. ഞങ്ങൾ തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥിക്കുന്നത് 2026 ആകുമ്പോൾ സാക്ഷ്യം പറയൂന്ന് പറയാനല്ല. ചിലപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുന്നത് 2028-ലായിരിക്കും.
ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ സാക്ഷ്യം പറയുന്നത് 2030 ആകുമ്പോഴായിരിക്കും. പക്ഷെ ഇന്നേ നടുകയാണ്. നട്ടപാടെ ഫലം കായ്ക്കത്തില്ല. അത് വളരാനൊരു സമയമുണ്ട്, അത് ഫലം കായ്ക്കാനൊരു സമയമുണ്ട്, അത് പറിച്ചെടുക്കേണ്ട ഒരു സമയമുണ്ട്. ഓരോന്നിനും ഒരു സമയമുണ്ട്. ഇപ്പോൾ നടാനുള്ള സമയമാണ്. ഇത് ദൈവാത്മാവിന്റെ പ്രചോദനം അനുസരിച്ചാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ണുകളെ അടച്ച് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജൂലൈ മാസം മുതൽ അനുഗ്രഹ ആലയം ചെയ്യുന്നത് 2 നിയോഗ പ്രാർത്ഥനകളുടെ പെട്ടികൾ ഈ മധുബഹയിൽ വയ്ക്കും. 2 പ്രാർത്ഥനകൾ. അത് നിങ്ങളുടെ നിയോഗം ഇന്നു മുതൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ പ്രത്യേകമാം വയ്ക്കുകയാണ്. അത് പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് ഏൽപ്പിക്കുകയാണ്. എന്നറിയാമോ, ആ വിഷയം ഇവിടെ ഏൽപ്പിച്ച് നിങ്ങളാരും പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾ എന്താണോ എഴുതി വെച്ചത് അതെല്ലാ ദിവസവും വീട്ടിൽ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിച്ചു പറയണം. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പലരും ചോദിക്കും, എന്തിനാ മമ്മി ഇതുപോലെ പ്രാർത്ഥിക്കുന്നത്? പണ്ട് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ പോരെ, ഞങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. പറഞ്ഞു പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു വിശ്വാസം പറയട്ടെ, വാ തുറന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിലാ അനുഗ്രഹത്തിൻ്റെ വാതിലും തുറന്നു കൊടുത്തിട്ടുള്ളത്. അനുഗ്രഹത്തിന്റെ വാതിലും തുറന്നു കൊടുത്തിട്ടുള്ളത്. പൗലോസും ശീലാസും വാ അടച്ചിരുന്നപ്പോഴല്ല വാതിൽ തുറന്നത്. പൗലോസും ശീലാസും അധരങ്ങളെ തുറന്ന് കീർത്തനം പാടിയപ്പോൾ, ആരാധിച്ചപ്പോൾ അനുഗ്രഹത്തിന്റെ വാതിലിനെ ദൈവം തുറന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച്, അഴൈത്തവരെ, എന്നെ വിളിച്ചവരെ, കർത്താവേ ഞങ്ങളെ വിളിച്ചവരെ എന്ന് പ്രാർത്ഥിക്കുവാണ്. അനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് നന്ദി. എല്ലാ കണ്ണുകളും അടച്ച് പാടുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചേ. ഒന്ന് പാടുന്നതിന് മുമ്പ് നട്ടേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആണ്ടിലൊരിക്കലല്ല നട്ടേച്ച് പിന്നെ ആ പഞ്ചായത്തിൽ പോലും കാണാതെ ഇരുന്ന കാര്യമില്ല. നട്ടേച്ച് ദിവസവും അതിനെ പരിപാലിക്കണം, ദിവസവും അത് ഓർക്കണം. വെള്ളവും വളവും വേണ്ട സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ആവശ്യ സമയത്ത് കെയറിങ് കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വരികയും അതിനെ ദൈവം വളർത്താൻ തുടങ്ങുന്നതും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അതിനെ ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അതിനെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം അതിനെ പരിപോഷിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 കരങ്ങളെയും ഉയർത്തി ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനകളെ മനസ്സിലോർത്ത് അധരങ്ങളെ തുറന്ന് ഈ വചനം പറഞ്ഞ്, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും, അല്പം വിതയ്ക്കുന്നവൻ അല്പമേ കൊയ്യത്തുള്ളൂ. അല്പം വിതയ്ക്കുകയല്ല, ധാരാളം വിതയ്ക്കുന്നു. വിശ്വാസത്തിൽ അത് വിതയ്ക്കുന്നു, ആത്മാവിൽ അത് വിതയ്ക്കുന്നു, ആരാധനയിൽ അത് വിതയ്ക്കുന്നു, വചനത്തോട് ചേർന്ന് വിതയ്ക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. In Jesus. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, അഴൈത്തവരേ എന്നോളിയത്തിൻ ആധാരമേ. വിളിച്ചവനെ വിളിച്ചവരേ എൻ വേലയുടെ ആധാരമേ. അഴൈത്തവരേ എന്നോഴിയത്തിൽ ആഹാരമേ. എത്തனை നിന്നകൾ, எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நின்னகள், எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்கினா உண்மையாய் ஓடிடுவே. உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டினா உண்மையாய் ஓடு. അതുകൊണ്ട് അഴൈത്തവരേ എന്നോളിയത്തിൻ ആധാരമേ.
நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தகள் எத்தனை தேவகள் என சூழறின்றாலும் உம்மை பார்க்கின்றேன். ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എത്തനെ നിന്നകൾ എത്രയോ നിന്നകൾ എന്നെ ശൂല നിന്നാലും എന്നെ ചുറ്റി നിന്നാലും ഞാൻ ഉമ്മയെ പാർക്കിன்றേ. ഞാൻ നിന്നെ നോക്കിയിരിക്കും. ഞാൻ നിന്റെ നിന്ന് മിഴി മാറ്റുകയില്ല. ഇവിടെ ഇന്നലെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ പറയുവാണ്, എൻ്റെ വീട്ടിൽ 4 മുറിയുണ്ട്. 4 മുറിയിലും മഴ പെയ്യുമ്പോൾ പാത്രങ്ങൾ വെക്കണം. ഇന്നലെ ഞാൻ കിടക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ തലയണ നനഞ്ഞു കിടക്കുകയായിരുന്നു. കൃത്യം അവിടെയാണ് വെള്ളം വീണത്. എനിക്ക് നനയാത്തൊരു വീട് സ്വപ്നമാണ്. ഒരു കുഞ്ഞു റോട്ടിലൂടെ ഞാൻ ബസ്സിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ ഓരോ വീട് കാണുമ്പോഴും ഓർക്കും, ഇതുപോലത്തെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, അവരുടെ ആ വീടിൻ്റെ ചുറ്റും കെട്ടിയ മതിലിൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു വീട് പണിയായിരുന്നല്ലോ. വീടിനെ കുറിച്ചുള്ള സ്വപ്നം 2027 ആകുമ്പോൾ, 2028 ആകുമ്പോൾ ഒരു വീട് വേണമെങ്കിൽ ഇന്ന് തന്നെ ആ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ വിത്തുകളെ ദൈവ സാന്നിധ്യത്തിൽ നടുക. നീ ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ, എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഇന്നതുപോലെ ഒരു ഭാഗ്യവും ഭാവിയും ഉണ്ടായിരുന്നെങ്കിൽ അത് 2032 ചിലപ്പോൾ നടക്കുക. പക്ഷെ ഇന്നേ നീ അതിൻ്റെ വിത്തിടണം. ഇന്നേ അതിൻ്റെ വിത്തിടണം. നിന്റെ നിന്ദകളെ ദൈവം മാറ്റും. നിന്റെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരും. ഈ വാക്യം ഓർത്തേ. എന്താണോ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നട്ടു പ്രാർത്ഥിക്കുന്നത്, അത് ദൈവം അതിനെ അനുഗ്രഹിച്ച് വളർത്തുന്നത് നീ കാണാൻ തുടങ്ങും. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമ്മൾ ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കുമ്പോൾ അതിനെ ദൈവം വളർത്തുന്നത് നീ കാണാൻ തുടങ്ങും. നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അനുഭവിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ജീവൻ അതിൽ വരുന്നത് നീ അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്. ദൈവമേ, എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവർക്ക് ചെറിയ പ്രായമാ, സാരമില്ല, അവർക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവരുടെ 22 വയസ്സാകുമ്പോൾ ദൈവം അവർക്ക് ഇന്ന നിലയിൽ അവരെത്തണം. അവരെക്കുറിച്ച് എനിക്ക് സമൂഹത്തിൽ അഭിമാനത്തോടെ പറയാൻ പറ്റണം. എനിക്ക് അവരെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ എൻ്റെ മക്കൾ എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റണം. എൻ്റെ മക്കളിലൂടെ എൻ്റെ ശിരസ് ഉയരാനിടയാകണം. പള്ളിയിലായാലും പഞ്ചായത്തിലായാലും നാട്ടിലായാലും ദേശത്തിലായാലും കല്യാണത്തിന് പോയാലും മാമോദിസയ്ക്ക് പോലും പെരുന്നാളിന് പോലും എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് അഭിമാനിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ചില മാതാപിതാക്കൾ അവരുടെ മക്കളെ ഓർത്ത് പുറത്തിറങ്ങുന്നില്ല. അവർ വീടിനകത്ത് തന്നെ ഇരിക്കുന്നു. അവർ വിഷമിച്ച് തല താഴ്ത്തിയിരിക്കുന്നു. ആഘോഷങ്ങൾക്ക് പോകില്ല, പള്ളിയിൽ പോകത്തില്ല, കല്യാണത്തിന് പോകത്തില്ല. മക്കളെ കുറിച്ചോളത്തുള്ള ലജ്ജ കാരണം വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. മക്കൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ, മകനാ മകളാ പറഞ്ഞിട്ട് കാര്യത്തിൽ മരിച്ചാൽ നല്ലതായിരുന്നു എന്ന് ചില സമയത്ത് ചിന്തിച്ചു പോയവരുണ്ട്. എന്തിനാ ദൈവമേ ഇങ്ങനത്തെ മക്കൾ എനിക്കുണ്ടായത്? അങ്ങനെയൊന്നും ആർക്കും ലജ്ജിക്കേണ്ടി വരില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെ ആയില്ലെന്നൊരു കുഞ്ഞു പോലും പറയാൻ ഇടയാകില്ല. പ്രാർത്ഥിച്ചതിൽ ദൈവത്തിന്റെ ജീവൻ വരാൻ തുടങ്ങും. ദൈവം അതിനെ വളർത്താൻ തുടങ്ങും. അതിന്മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കാൻ തുടങ്ങും. കണ്ണുകളെ അടച്ച് ശ്രദ്ധിച്ചേ. നമ്മുടെ വീട്ടിൽ ചില ആളുകൾ അതിഥികളായി വരും. അപ്പോൾ അവരുടെ കയ്യിൽ ചിലപ്പോൾ വിവാഹ വാർഷികമായിരിക്കും, ചിലപ്പോൾ ജന്മദിനമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ സമ്മാനങ്ങളുമായി ആ വാഹനത്തിൽ നിന്നിറങ്ങി ആ വാഹനത്തിൻ്റെ മുൻ സീറ്റിലോ പുറകു സീറ്റിലോ ഇരിക്കുന്ന ഒരു സമ്മാന പൊതിയുമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് നമ്മുടെ കയ്യിൽ വെച്ചു തരും. ഇതുപോലെ ദൈവം സമ്മാനങ്ങളുമായി ഇന്ന് എൻ്റെ ജീവിതത്തിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക. ഇതുപോലെ ഒരു സമ്മാനവുമായി ദൈവം എൻ്റെ വീട്ടിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക. ഇതുപോലെ ഒരു സമ്മാനവുമായി ദൈവം എൻ്റെ ഭവനത്തിൽ, എൻ്റെ തലമുറയിൽ കയറി വരുമെന്ന് വിശ്വസിക്കുക. ഇത് വിശ്വാസത്തിൽ കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്ത് സമ്മാനം മേടിച്ച് പൊതിഞ്ഞ് കവർ ചെയ്ത് അത് വാഹനത്തിൽ വെച്ച് മുറ്റത്തേക്ക് വന്ന് ആ കാറിൽ നിന്ന് ആ സമ്മാനം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ അത് സാധാരണ 1000 രൂപയുടെ ആണെങ്കിൽ പോലും എന്തൊരു സന്തോഷമാണ്. ദൈവം അനുഗ്രഹങ്ങളുമായി നിന്നെ സന്ദർശിക്കും. ദൈവം അനുഗ്രഹങ്ങളും സമ്മാനങ്ങളുമായി നിന്റെ മക്കളെ സന്ദർശിക്കും. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എത്രയോ നിന്ദകൾ
எத்தனை நின்னகள், எத்தனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கிறேன். எத்தனை நின்னைகள், எத்தனை தேவர்கள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிடா உண்மையாய் ஓடுகின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிடா ഉന്മയായി ഓടു. അതുകൊണ്ട് എന്നോളിയത്തിൻ ആധാരം ഒന്ന് പറഞ്ഞേ. വിളിച്ചവരെ വിളിച്ചവരെ എന്നേലയുടെ ആധാരമേ. വിളിച്ചവരെ വിളിച്ചവരെ എന്നേലയുടെ ആഹാരമേ. വിതയ്ക്കാൻ ഒരു കാലം, അത് പറിച്ചെടുക്കാൻ മറ്റൊരു കാലം. ഓരോന്നിനും ഒരു സമയമുണ്ട്. ദൈവം വച്ചൊരു ടൈമുണ്ട്. അന്നേരം ഉഴപ്പിക്കളയല്ലേ, അന്നേരം കൂട്ടുകൂടിയും കള്ളു കുടിച്ചും ഉഴപ്പിയും അത് കളയല്. പിന്നെ അത് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിയാതെ വരും. പക്ഷെ അല്ല, നടേണ്ട സമയത്താ നടുന്നെങ്കിൽ അതിൻ്റെ ഫലം നീ പറിച്ചെടുക്കും. വാക്യം ഓർക്കി കൂടി ഓർമ്മിക്കുക. ധാരാളം വിതയ്ക്കുന്നവൻ പറഞ്ഞ് ധാരാളം കൊയ്യും. കൊയ്യുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. 2020 വിതച്ചതാ ചില പ്രിയപ്പെട്ടവർ 2025 കൊയ്തുകൊണ്ടിരിക്കുന്നത്. വിതച്ച് ഉടനെ ഫലമുണ്ടാകത്തില്ല. എനിക്ക് പെട്ടെന്ന് പരീക്ഷ ജയിക്കണം, ആ ജോലി കിട്ടണം. ഇപ്പം വിതച്ചാൽ പോരാ, നേരത്തെ വിതച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ നട്ട് പ്രാർത്ഥിക്കുവാണ്. ഒരു നിമിഷം ഒന്ന് ഇരിക്കാമോ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞത്. എനിക്കിത് പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നിയത് കൊണ്ടുമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഒരു വാക്യം വായിക്കുവാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഇങ്ങനെ വിതച്ചാൽ ഒരു ഗുണമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. ധാരാളം വിതയ്ക്കുന്നു, ധാരാളം കൊയ്യും. അടുത്ത വാക്യം വായിച്ചു. ധാരാളം വിതച്ചാൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ദൈവം അതിലേക്ക് ഒഴുക്കും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക. ഉദാഹരണം, ഇന്ന വ്യക്തിക്ക് എയർ ഹോസ്റ്റസ് ആകാനാണ് ഭയങ്കര ആഗ്രഹം. ആ കൊച്ചിപ്പോൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോഴേ എന്തിനാ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ എല്ലാവരും ചിരിക്കും. പക്ഷെ ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ ആഗ്രഹത്തെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സംഭവം നടക്കും. ദൈവം അതിലേക്ക് അനുഗ്രഹത്തിൻ്റെ അരുവിയെ ഒഴുക്കി അതിനെ പതുക്കെ വളർത്താൻ തുടങ്ങും. ഉണക്കാനല്ല, വളർത്താൻ തുടങ്ങും. എഴുതി വയ്ക്കണം. അമ്മമാരാകാം, അപ്പച്ചന്മാരാകാം, നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം. പ്രാർത്ഥിക്കണം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. ഇനി അടുത്ത വാക്യമാണ്. നിന്റെ സന്തതികളുടെ മേൽ നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം എന്തൊക്കെ ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത്. നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കാൻ തുടങ്ങും. അതിൽ ദൈവിക ജീവൻ കിട്ടി വളരാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ഏറ്റവും നേരത്തെ തുടങ്ങണം. ഇത് മനസ്സിൽ വച്ചാൽ പോരാ കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രാർത്ഥിക്കാനിരിക്കുന്ന മിനിമം ആ മുറിക്കകത്ത് കയറി ആ കേൾക്കുന്ന വിധത്തിലെങ്കിലും പറയണം. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ചെവിയിൽ ഇത് കേൾക്കണം. അത് ചെവിയിലൂടെ കേട്ട്
ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും. എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എൻജിൻ വർക്കാവും, ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് പ്രവർത്തിച്ച് ദൈവം ആ റൂട്ടിൽ അവരെ കൊണ്ടുവന്ന് എന്താണോ പ്രാർത്ഥിച്ചത് അതിലേക്ക് തന്നെ ദൈവം അവരെ കൈപിടിച്ചോണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ചിലപ്പോൾ 2028-ലായിരിക്കും, 29-ലായിരിക്കും, 30-ലായിരിക്കും, 32-ലായിരിക്കും, അതറിയാൻ പാടില്ല. പക്ഷെ ധാരാളം കൊയ്തിരിക്കും. ഹല്ലേലൂയ. അതാ എഴുതിയിരിക്കും, നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ അങ്ങനെ വർഷിക്കാൻ തുടങ്ങിയാൽ 4-ാമത്തെ വാക്യം മറന്നു പോകല്. അവിടെ അടുത്തെഴുതിയിട്ടുണ്ട്, ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. അവർ വളരാൻ തുടങ്ങും. ചുമ്മാതാണോ ഇത് പറഞ്ഞത്? ഇത് പൊട്ടക്കണ്ണൻ്റെ മാവിലേറ് പോലെയുള്ള അഭ്യാസമല്ല ഇത്. ഞാനിത് ശരിക്കും കുറച്ച് ദിവസം ഇരുന്നത് ആലോചിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചിട്ട് എഴുതി കുറിച്ച് കൊണ്ടുവന്നതാ. എഴുതിയിരിക്കുവാണ്, ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് നിൽക്കുന്ന അലരികളും പോലെ അവർ തഴച്ചു വളരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും. ആമേൻ. ബൈബിൾ പറഞ്ഞ സത്യമാണ്. ധാരാളം വിതയ്ക്കാൻ തുടങ്ങുമ്പോൾ ധാരാളം കൊയ്യാനും തുടങ്ങും. ഇന്നു മുതൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. ഇതൊരു നിയോഗമാണ്, ആരും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ആരും നിർബന്ധിച്ചത് കൊണ്ട് ഇത് ചെയ്യണമെന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുക, എന്താഗ്രഹമുണ്ടോ അത് വിതച്ചോണം. എന്താഗ്രഹമുണ്ട്, നല്ലൊരു വീട് ആഗ്രഹമുള്ളവൻ അത് വിതച്ചോണം. എനിക്ക് നല്ലൊരു ബിസിനസ്സുകാരനാ, അത് വിതയ്ക്കണം. ദൈവം നിന്നെ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ടുവരും. എനിക്കൊരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ നിൽക്കാനോ ഒന്നും അറിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, എവിടെയും ആയിരുന്നില്ല. ഒരു ക്ലാസ്സിൻ്റെ ലീഡറായ ഒരാളോ ഒരു എന്തിൻ്റെയെങ്കിലും കാര്യത്തിൽ ഒരു സമ്മാനം കിട്ടിയ ഒരാളോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു സമയത്ത് ഞാൻ വിതച്ച വിത്താണ്, എനിക്കിതുപോലെ ഒന്ന് ആകണം, എനിക്കിതുപോലെ വചനങ്ങളെ പറയണം, അനേകരുടെ ജീവിതങ്ങളെ വചനങ്ങൾ കൊടുക്കാൻ ഞാൻ എന്തു വിതച്ചോ അതാണ് ഞാൻ ഇന്ന് കൊയ്യുന്നത്. അതാണ് കൊയ്യാൻ പറ്റിയത്. വിതയ്ക്കുന്നത് കൊയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ആകണമെന്നില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, വണ്ടിയൊന്നുമില്ലാത്ത, വാഹനമില്ല, കയ്യിൽ ഒറ്റ വാഹനം പോലും ഇല്ല, ഒരു സൈക്കിള് പോലും ഇല്ല. അപ്പോൾ പറയുവാണേ, അവൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നിലധികം വാഹനങ്ങൾ മേടിക്കും, ഒന്നിലധികം വാഹനങ്ങൾ നിന്റെ കയ്യിൽ വരും. പുള്ളി ചിരിച്ചു. ഒന്നിലധികം വാഹനമോ? സൈക്കിള് പോലും ഇല്ലാത്ത എൻ്റെ കയ്യിൽ ഒന്നിലധികം വാഹനമോ? അല്ല, നിന്റെ കൈ ഒന്നിലധികം വാഹനങ്ങൾ നീ മേടിക്കും. ഇന്ന് ആ വ്യക്തിക്ക് ഒന്നിലധികം വാഹനമുണ്ട്. ആ വീട്ടിൽ വാഹനം നിർത്താൻ സ്ഥലമില്ല, അതുകൊണ്ട് വേറൊരു വീട്ടിലാണ് വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. ഇന്ന് വീടിൻ്റെ മേശയിൽ ഓരോ വാഹനത്തിൻ്റെയും കീച്ചേരിപ്പുണ്ട്, താക്കോലുകൾ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ആലോചിക്കും, ഏത് വണ്ടിക്കാണ് പോകേണ്ടത്. താക്കോലെടുത്ത് നോക്കും, ഈ വണ്ടി എടുക്കണോ വേണ്ട, ഈ വണ്ടിക്ക് പോയാൽ അത് വെക്കും, എന്നാൽ ഈ വണ്ടിക്ക് പോകാം. ഇന്ന് ഒന്നിലധികം. അത് നേരത്തെ പറഞ്ഞതാണ്, തിങ്കളാഴ്ച പറഞ്ഞിട്ട് ചൊവ്വാഴ്ച മേടിച്ചതല്ല. ചില സമയത്ത് ദൈവം നിന്നോട് സംസാരിക്കും, അത് നിന്നിൽ ശക്തമായി വളരും. നോക്കൂ, നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എന്തിനാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ ദൈവിക ജീവൻ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളത് വിശ്വസിക്കുന്നോ? ഒരു വിത്തിടുന്ന പോലെ തന്നെ എനിക്ക് പയർ വേണമെങ്കിൽ ഞാൻ പയർ നടണം, എനിക്ക് തേങ്ങ വേണമെങ്കിൽ ഞാൻ തെങ്ങും തൈ നടണം, എനിക്ക് ഏലക്ക വേണമെങ്കിൽ ഏലം നടണം, എനിക്ക് റബ്ബർ തൈ നടണം. ഞാൻ എന്ത് നടുന്നോ അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. എന്ത് നട് എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ, കവുങ്ങിൻ്റെ, ഏലത്തിൻ്റെ, കാപ്പിയുടെയും തേയിലയുടെയും കാര്യം മാത്രമല്ല. നിനക്ക് അനുഗ്രഹമുള്ളൊരു ഭാവിയാണോ വേണ്ടത്, അത് ഇന്നേ നടണം, ഇന്നേ നട്ടുവെക്കുവാണ്. പ്രാർത്ഥനയുള്ളൊരു അന്തരീക്ഷത്തിൽ അത് നട്ടാൽ ഉറപ്പായിട്ടും അത് വളരാൻ തുടങ്ങും. താഴോട്ടൊക്കെ ചെല്ലുമ്പോഴേ അതിൽ എണ്ണ ഒഴിക്കാനൊന്നും പൈസ ഇല്ലേലും, ഒരെണ്ണ മേടിക്കാനുള്ള പൈസ ഇല്ലേലും, നിങ്ങൾ ആ താഴെ നിന്ന് ആ കൽക്കുരിശിൽ വിരൽ കൊണ്ടൊന്ന് എഴുതി വെക്കുക, ദൈവമേ എൻ്റെ മകൻ അവൻ നല്ലൊരു ഭാവി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത പ്രാവശ്യം വരുമ്പോഴും അതൊന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് വന്നത്, അന്നേരം ഒന്ന് പ്രാർത്ഥിച്ചു. നീ പ്രാർത്ഥിച്ചത് നിനക്ക് നഷ്ടമായില്ല എന്ന് ചിലപ്പോൾ ഞാൻ കേട്ടില്ലേലും ആരേലും അത് കേൾക്കും. ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകണമെന്നില്ല,
പക്ഷെ വേറൊരാളായിരിക്കും ഇവിടെ ഉള്ളത്. ചിലപ്പോൾ നിങ്ങളത് പറയുന്നത് പലരും കേൾക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല, ഞങ്ങൾ ആരാധിച്ചത് വെറുതെ ആയില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് നഷ്ടമായില്ല എന്ന് പറയാൻ ഇടവരില്ല. ഓരോന്നിനും ഒരു സമയമുണ്ട്. ബൈബിൾ എഴുതിയിട്ടുള്ള വാക്ക് നോക്ക്, ഞാൻ നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും എൻ്റെ ആത്മാവിനെയും ഞാൻ വർഷിക്കും. 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലറുകളും പോലെ അവർ തഴച്ചു. ആര്? നിങ്ങളുടെ മക്കൾ തഴച്ചു വളരും, ഉണങ്ങി പോകത്തില്ല. ഉണങ്ങി. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ കൊണ്ടേ കുഴി ചാടിക്കാൻ നോക്കുന്ന ആളുകളുണ്ട്, നോട്ടമിടുന്നവരുണ്ട്. ഓരോ അമ്മയും അവർ എൻ്റെ മകനെ പതുക്കെ കുടിപ്പിക്കാൻ തുടങ്ങുന്നു, വലിപ്പിക്കാൻ തുടങ്ങുന്നു, ചവയ്ക്കാനിട്ട് കൊടുക്കുന്നു, പല കള്ളത്തരങ്ങളും പഠിപ്പിച്ച് എൻ്റെ മകനിപ്പോൾ ആകെ പ്രശ്നമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവന് കൂട്ടുകാർ പറയുന്നതാ വലുത്, ഞങ്ങളോടൊക്കെ ഭയങ്കര കലിയാ, ദേഷ്യവാ. നോക്കൂ, സമൂഹത്തിൽ ആരെയും കുറ്റപ്പെടുത്തുമല്ല, ലോകം അങ്ങനെയാണ്. ചിലപ്പോൾ നശിപ്പിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങളുടെ മകളെ ചില പ്രേമ കുടുക്കിൽ കൊണ്ടുപോയി കുടുക്കിയിടാൻ പണിയെടുക്കുന്നവരുണ്ട്. നമ്മളതൊന്നും അറിയത്തില്ല. നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് സമയവും കാലവും ഒക്കെ അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ വിഷമവും നീറ്റിലും പുകച്ചിലും മാത്രം. ഇന്നേ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ മകളെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ്, എൻ്റെ മകനെക്കുറിച്ചുള്ള സ്വപ്നം ഇതാണ്, അത് ദൈവസന്നിധിയിൽ ഞങ്ങൾ നട്ടിരിക്കുവാണ്. അവർ ദൈവത്തിൽ മറന്ന് ജീവിക്കരുത്, അവർക്ക് നല്ല ബന്ധമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒരു ഉഴപ്പിയും അവർ പോകാൻ പാടില്ല. നീ വിതച്ചത് നീ കൊയ്തിരിക്കും. അവർ നദീതീരത്ത് നട്ട ചെടികൾ പോലെ എങ്ങനെ വളരും? തഴച്ചു വളരും. ഒരിക്കൽ കൂടി കേട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കുവാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നറിയാമോ, ഞാൻ വിശ്വസിക്കുവാണ്, നമ്മുടെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ കേക്ക് കൊണ്ടു തരുന്ന പോലെ, ഇതാ ഞാൻ നല്ലൊരു കേക്കായിരിക്കട്ടെ, അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തരുന്ന പോലെ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്ദർശിക്കുന്നത് പോലെ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ വീടുകളിൽ സമ്മാനങ്ങളുമായി നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഉണ്ടോ? യാക്കോബ് ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡിൻ്റെ സൈഡിൽ ഒരു 50 രൂപയുടെ തലയണ പോലും മേടിക്കാൻ കാശില്ലാതെ തല വച്ച് കിടന്നപ്പോൾ, കല്ലേൽ തലയണ വെച്ച് കിടന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു ഒരു കോവണി കൂടെ സമ്മാനങ്ങളുമായി. ആ യാക്കോബിൻ്റെ സ്ഥിതി മൊത്തത്തിൽ മാറി. പിന്നെ യാക്കോബിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് യാക്കോബിൻ്റെ സമ്പത്തെന്ന് എഴുതി. ഒരു ഹെഡിങ് തന്നെ അങ്ങനെയാണ്, യാക്കോബിൻ്റെ സമ്പത്തെന്ന്. ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് വക്കി കിടന്നവനാണ്, ഒരു കൂര പോലും ഇല്ലാതെ. ദൈവത്തിൻ്റെ ദൂതന്മാർ സമ്മാനങ്ങളുമായി സന്ദർശിക്കട്ടെ. അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെയുള്ള പ്രാർത്ഥനയും വചനം കേൾക്കുമ്പോൾ, പ്രിയരെ, നിങ്ങൾ ആരായിരുന്നാലും ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളെ സന്ദർശിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങളുടെ വീട്ടിലുള്ളവരെ സന്ദർശിക്കും. ചുമ്മാതെയല്ല, സമ്മാനങ്ങളുമായി. ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ പോവാ. കുറച്ച് സമയം നമ്മൾ കേട്ടില്ലേ, ദൈവസന്നിധിയിൽ നട്ടു പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ ബർത്ത്ഡേക്കോ വിവാഹ വാർഷികത്തിനോ ജൂബിലിക്കോ ഒക്കെ ചിലർ കടകളിൽ പോയി ഡ്രസ്സ് എടുക്കും, കേക്ക് മേടിക്കും, സ്വീറ്റ്സ് മേടിച്ച് നമ്മുടെ കരങ്ങളിൽ 2 കൈ കൊണ്ടും സന്തോഷമുള്ള ചിരിച്ച മുഖത്തോടെ ചില സമ്മാനങ്ങൾ തരാൻ എന്നെ സന്ദർശിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ തകർന്നിരിക്കുന്ന നിന്നെ സന്ദർശിക്കും. ദൈവം നിന്നെ സന്ദർശിക്കുന്നത് കുറെ കൂടെ നിനക്ക് വേദനയുള്ള ഭാഗത്ത് ഒരടി കൂടെ തരാനല്ല. അതൊരു പ്രത്യേകതയാണ്. നമ്മളെ ചിലർ സന്ദർശിക്കുന്നത് നിനക്ക് വേദനിക്കുന്ന സ്ഥലത്ത് ഒരടി കൂടെ തരാനാണ്. ചില ആളുകൾ നമ്മളെ ഫോൺ വിളിക്കുന്നതേ, നിന്നെ എവിടെ അടിച്ചാലാ വേദനിക്കാന്ന് പലർക്കും നന്നായിട്ടറിയാം. നിനക്കിട്ടെവിടെ തല്ലിയാലാ വേദനിക്കുമെന്ന് ചില ശത്രുക്കൾക്കറിയാം. നീ വേദനിക്കുന്നിടത്ത് അവർ വീണ്ടും വീണ്ടും തല്ലും. എന്നാൽ നിന്റെ മുറിവിൽ വീണ്ടും വീണ്ടും തല്ലുന്നവനല്ല ദൈവം, വീണ്ടും വീണ്ടും അടിക്കുന്നവനല്ല ദൈവം. പിന്നെയോ, നീ പൊട്ടിത്തകർന്ന് റോട്ടുവക്കി കിടക്കുവാണേലും അവിടെ നിന്ന് ദൂതന്മാരെ അയച്ച് സന്ദർശിച്ച് നിന്നെ
അനുഗ്രഹിച്ച് ആ കുഴിന്ന് കയറ്റാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച്, അഴയിത്തവരെ, എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ വിളിച്ചത് ഇവിടെ, എന്നെ ഇത് കേൾപ്പിച്ചത് ദൈവമാണ്. ഈ അനുഗ്രഹത്തിന്റെ കാരണത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവേ, നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവ്, നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അപ്പോൾ നദീതീരത്തിലെ ചെടികൾ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തഴച്ചു വളരും. ആധാരമേ എന്ന് പറഞ്ഞു, അഴൈത്തവരേ, അഴൈത്തവരേ, എന്നോളിയത്തിൻ ആധാരമേ, എത്തனை നിന്നകൾ, എത്തனை தேவகள் என சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவகள் என்னை சுற்றி நின்றாலும், என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ, ഉണ്മയായി ഓടുകിன்றേ. ഉത്തമ ഊഴിയൻ என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ, ഉണ്മയായി. കരമുയർത്തി പറഞ്ഞേ, നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും, നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അവർ നദീതീരത്തിലെ നദികൾ പോലെ, ചെടികൾ പോലെ തഴച്ചു വളരും. നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കും. നിന്റെ മക്കളുടെ മേൽ എൻ്റെ ആത്മാവും, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. കരമുയർത്തി പിടിച്ച്, എത്തனை മകൾ, എത്തனை தேவകൾ എന്നെ സൂഴ നിன்றாലും ഉമ്മെ പാർക്കിன்றேன். ഒന്ന് പറയുന്നു, എത്തனை നിന്ദകൾ, എത്തனை தேவകൾ എന്നെ സൂഴ നിன்றாലും ഉമ്മെ കരങ്ങൾ താഴ്ത്തി. ഉത്തമ ஊழியன் என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ, ഉണ്മയായി ഓടുകിன்றேன். ഉത്തമ ஊழியൻ என்று നീ சொல்லிடும் ഒരു വാർത്ത കേട്ടിടാ, ഉണ്മയായി ഓടുകിன்றேன். അഴൈത്തവരേ, അഴൈത്തവരേ, എന്നോളിയത്തിൻ ആധാരമേ, അഴൈത്തവരേ, അഴൈത്തവരേ, എന്നോളിയത്തിൻ ആധാരമേ. ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് ദൈവസന്നദ്ധിയിൽ വിശ്വാസത്തോടെ നടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. അത് പറിച്ചെടുക്കും. ധാരാളം വിതച്ചോ, ധാരാളം നീ കൊയ്യും. വിതയ്ക്കുമ്പോൾ പലരും പലതും പറയും. വേറെ പണിയില്ലെന്ന് ചോദിക്കും, നാണമില്ലെന്ന് ചോദിക്കും, പലതും പറയും. നടക്കേണ്ടത് അനുഗ്രഹത്തോടെ നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവം ഇടുന്ന നല്ല തുടക്കങ്ങൾ കാണാൻ നിന്റെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം ഇടുന്ന നല്ല തുടക്കങ്ങൾ അനുഭവിക്കാൻ നിന്റെ ശരീരത്തിന്, നിന്റെ കണ്ണുകൾക്ക്, കാതുകൾക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ. ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം വരുമ്പോൾ ഇത് പാടും. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ ദൈവത്തോട് പാടാനുണ്ട്. എനിക്കൊരു ഉത്തമഗീതം
എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീ പൂ പോലെ മൃദുലം. ഒരു പ്രാവശ്യം കൂടെ ആ നാലിലേം പാടി. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീ പൂ പോലെ മൃദുലം. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ആ വചനം ഒന്ന് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് നമുക്ക് കയറി ചെല്ലാൻ കഴിയാത്തിടത്ത് കയറി ചെന്ന് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവമേ, എൻ്റെ വീടൊരു നരകതുല്യമാണല്ലോ. ദൈവമേ, അങ്ങയുടെ വചനം അവിടെ കയറി ചെന്ന് അനുഗ്രഹത്തെ ചെയ്യണമേ. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഭാവിയൊന്നും ആയില്ലല്ലോ, അവരുടെ കാര്യമൊന്നും ശരിയായില്ലല്ലോ, ഒന്നും നേരെ ആയില്ലല്ലോ. ദൈവവചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. എനിക്ക് മനസ്സിലായ കാര്യമായിന്ന് പ്രസംഗിച്ചത്. ഒരു അമ്മയും അപ്പനും ഈ കുഞ്ഞിന് രാത്രിയും ഉറക്കമില്ല, രാത്രിയിലും പകലും ഉറക്കമില്ല, ആരെയും ഉറക്കത്തുമില്ല, ഉച്ചത്തിൽ കരയും. ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങളെ മനസ്സിലാകുന്നത്. ഈ കൊച്ചിനെ ഗർഭിണിയായിരിക്കുന്ന 4 മാസം ഉള്ളപ്പം ആരോ പറഞ്ഞു ഈ കുഞ്ഞ് നഷ്ടപ്പെടാതിരിക്കാൻ മന്ത്രവാദിയെ വീട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചെയ്യാൻ. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ആ വീട്ടിൽ വന്ന് ഈ കുഞ്ഞിന് അന്ന് 4 മാസമുള്ളപ്പോൾ ആ സഹോദരി അന്ന് 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ വന്ന് എന്തൊക്കെയോ ചെയ്തു. അടുക്കളയിൽ പോയി അടുപ്പിലേതാണ്ടോ ചെയ്തു, വെള്ളത്തിലേതാണ്ടോ ചെയ്തു. ആ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നീട് ആ കുഞ്ഞുണ്ടായപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ, ആരെയും ഉറക്കമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല. അപ്പോഴാണ് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ആ തിന്മയുടെ സ്വാധീനങ്ങളെ ആ കുടുംബത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് വെട്ടിമുറിച്ചു കളയാൻ ആ ദൈവവചനം അവർ സഹായിച്ചു. പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വചനം അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വേണ്ടത്? അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം നീ ഒരത്ഭുതവും കാണുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം ഒരാൾ ഒരത്ഭുതവും കാണത്തില്ല. നിങ്ങളിങ്ങനെ വിശ്വസിച്ചേ, ഞാൻ ഒരത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പോവുകയാണ്. ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വേദനകളും എൻ്റെ ഒറ്റപ്പെടലുകളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണെങ്കിൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കും. ഒന്നും കൂടെ ഞാനത് പറയാം. എൻ്റെ വേദനകളും എൻ്റെ വിഷമങ്ങളും എൻ്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള മധുബഹയാണ്. എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണ്, അത് പ്ലാറ്റ്ഫോമാണ്. 3 ചെറുപ്പക്കാരെ തീക്കാത്തിട്ടപ്പോൾ ആ പൊള്ളുന്ന സ്ഥലം അവർക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള അൾത്താരയായിരുന്നു. ജയിലിൽ കിടന്ന് പൗലോസും സീലാസും ആ ജയില്, ആ പ്രതിസന്ധി, ആ ഒരു വല്ലാത്ത അവസ്ഥ, അത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അൾത്താരയാക്കി മാറ്റി. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ അൾത്താരയാകുമ്പോൾ നിന്റെ ജീവിതം ഇരുട്ടിലായി പോകുമെന്നല്ല, നിന്റെ ബന്ധനങ്ങൾ ചണനൂൽ പോലെ പൊട്ടിപ്പോകുമെന്ന് മാത്രമല്ല, നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങും. എല്ലാ വേദനകളെയും മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അന്ധനായ മനുഷ്യൻ വഴിയരികിലിരുന്ന് വാ തുറന്ന് യേശുവെന്ന് വിളിച്ചപ്പോൾ അവൻ്റെ മുമ്പിൽ യേശു തുറന്നത് സൗഖ്യത്തിൻ്റെ വാതിലിനെയാണ്.
വാ തുറക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം വാതിലും വഴിയും തുറന്നിട്ടുണ്ട്. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ? ഓ, ആ അന്ധനായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, എന്നാ പ്രാർത്ഥിക്കാനാ, എന്തിനാ ഒച്ച വെക്കുന്നത്, ഇവിടെ ഇരുന്നാൽ മതി എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ആ നന്മ ആ വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ ദൈവത്തെ കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കേ. ഒരു നിമിഷം എല്ലാവരും കേട്ടെ. അന്ധനായ മനുഷ്യൻ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ മിണ്ടാതിരുന്നപ്പോഴല്ല, യേശു ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണെന്ന്. ആ മനുഷ്യൻ ഒരാഗ്രഹം വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ കണ്ണൊന്ന് ശരിയായി കിട്ടിയാൽ മതി, ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തെ ദൈവം അംഗീകരിച്ചു, ആഗ്രഹത്തെ ദൈവം മാനിച്ചു. നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിച്ചു തരും. എൻ്റെ ദൈവം എനിക്കത് സാധിപ്പിച്ചു തരും. എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ചിലർ നനയാത്തൊരു വീട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നനയാത്തൊരു വീട്, ഒരു സ്വന്തമായൊരു വീട്, നല്ലൊരു ജോലി, നല്ലൊരു ജീവിതം. നിന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും. പ്രാർത്ഥിക്കുന്നവന്റെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് നിന്റെ ആഗ്രഹത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ഈ കടമൊക്കെ ഒന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ, ആ കൊടുക്കാനുള്ള പണമൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തായിരുന്നെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ, എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക പ്രശ്നങ്ങൾ മാറിയിരുന്നെങ്കിൽ, ഈ രോഗമൊന്ന് സൗഖ്യമായിരുന്നെങ്കിൽ, നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. ദൈവം സാധിപ്പിച്ചു തരും. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഒരു മനുഷ്യൻ, ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ വീട് ആനയൊക്കെയുള്ള സ്ഥലത്താണ്, അതിനകത്ത് ഒറ്റ മുറിയേ ഉള്ളൂ, എനിക്ക് 2 പിള്ളേരുണ്ട്. എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, കുടുംബക്കാർക്ക് ചോദിക്കുന്നു, ഈ വീട്ടിലേക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ, കല്യാണം നടക്കുമോ, നീ ഒരു വീടൊക്കെ ഒന്ന് പണിയണ്ടേ. അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, ഒരു വീട് ലഭിച്ചിരുന്നെങ്കിൽ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച വ്യക്തി വീട് മേടിച്ചു. വീടിന്റെ കയറിക്കൂടൽ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച വീടാണ് ദൈവം എനിക്ക് തന്നതെന്ന്. ഞാൻ ആഗ്രഹിച്ചതാണ് ദൈവം എനിക്ക് തന്നതെന്ന്. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി കേട്ടെ. പഴയ നിയമത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു, ഒരു ആൺകുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു ആൺകുഞ്ഞിനെ എനിക്ക് കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഹന്ന പ്രാർത്ഥിച്ചു, അവൾ ആഗ്രഹിച്ചതുപോലെ പുരോഹിതന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ അന്ന് ആഗ്രഹിച്ചത്. നീ വിതച്ചത് കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. 2 കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി, അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, നീ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് തരും. നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരും. ഈ പ്രതിസന്ധികൾ മാറും. ഉറക്കെ വിളിച്ച് യേശുവേ ജീവനേ, ജീസസ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. കരമടിച്ചൊന്ന് പാടാമോ? വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ
താഴ്ത്തി യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. 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 കരമുയർത്തി തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. ജീസസ് 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 Hallelujah, hallelujah, glory we adore in Jesus. Hallelujah, 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 യേശുവേ. Hallelujah, 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 hallelujah. നമുക്ക് നമ്മുടെ കണ്ണുകൾ നടക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കരം ഇന്നെന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ കരം എന്നെ ഭാഗികമായിട്ടല്ല, മുഴുവനായി രക്ഷിക്കും. എൻ്റെ സങ്കടങ്ങൾ എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയാണ്. എൻ്റെ കണ്ണുനീര് ദൈവത്തെ ആരാധിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ചെറുതും വലുതുമായ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമുണ്ട്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ആഗ്രഹം നിങ്ങളിങ്ങനെ ചിന്തിക്കുവാന്നിരിക്കട്ടെ, ഒന്നും നടക്കുകയില്ല, എൻ്റെ കാര്യം ഒന്നും ശരിയാകത്തില്ല, ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഞാൻ വീട് വെക്കാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയുള്ളെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്കിൽ നിങ്ങളുടെ അകത്ത് യേശു ഇല്ല, എങ്കിൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വചനവും ഇല്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, എനിക്ക് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന, എൻ്റെ ദൈവം എന്നെ അത്ഭുതമാക്കും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണെങ്കിൽ നിൻ്റെ അകത്ത് യേശു ഉണ്ട്, നിൻ്റെ അകത്ത് ജീവിക്കുന്ന വചനമുണ്ട്. നിന്നെ ദൈവം കൈ പിടിച്ചു തന്നെ ഉയർത്തും. നെഗറ്റീവായിട്ട് ചിന്തിക്കല്ല്. എൻ്റെ ചെറുതും വലുതുമായ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുക. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മലയാളം പോലും എഴുതുമ്പോൾ തെറ്റുവന്ന ഒരാളാണ് ഞാൻ. മലയാളം പഠിപ്പിച്ച ടീച്ചർ തന്നെ ചോദിച്ചു, നിനക്ക് മലയാളം പോലും എഴുതാൻ അറിയില്ല, നീ രക്ഷപ്പെടത്തില്ല. ഞാൻ എത്രയോ കാര്യങ്ങൾ എത്രയോ മനുഷ്യരോട് സംസാരിച്ചു, എനിക്ക് എഴുതാൻ അറിയില്ലായിരുന്നു, എഴുതുമ്പോൾ തെറ്റുവരുമായിരുന്നു, കൂട്ടി വായിക്കുമ്പോൾ ക്ലിയറാകാതെ വരുമായിരുന്നു, അതിൻ്റെ പേരിൽ പല അവഗണനകൾ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിച്ചു അനേകരുടെ മുമ്പിൽ നിൽക്കാൻ, എനിക്ക് വചനം പറയുവാൻ ഭാഗ്യം തരണമെന്ന്. എന്നെ അറിയുന്നവർ മുഴുവൻ പറഞ്ഞു, നിന്നെ കൊണ്ടതിന് കഴിയില്ല, നിന്നെ കൊണ്ടതിന് കഴിയത്തില്ല, നിനക്കതിനുള്ള ജ്ഞാനമില്ല. പക്ഷേ നമ്മൾ എന്താഗ്രഹിക്കുന്നോ ആഗ്രഹത്തെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ തന്നെ ഒരു തെളിവാണ്, എൻ്റെ ജീവിതം തന്നെ തെളിവാണ്. നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ചെത്രയോ പേർ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ. കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. രക്ഷകൻ്റെ കരം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുക. എല്ലാ കണ്ണുകളെയും അടച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗം ഉള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. കരങ്ങളെ ഒന്ന് കോർത്തു പിടിക്കാമോ? ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എന്നെ അനുഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ നടക്കുവാൻ പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുവാൻ പ്രാർത്ഥിച്ച്, എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ, ഈ വ്യക്തിയെ സൗഖ്യമാക്കണമേ, ഈ വ്യക്തിയെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഇന്ന് നിയോഗം സമർപ്പിച്ച് എല്ലാവരും ഒന്ന് കരമുയർത്താമോ? എന്നിട്ട് ശുശ്രൂഷകർ ആ ജനത്തിൻ്റെ നേരെ ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസത്തിലൊന്ന് നോക്കിക്കേ. എത്ര കൈകളാണ് ഉയർന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും ഒക്കെ വന്നവരാണ്. രാത്രിയിൽ ഉറക്കളച്ച് ഈ ആലയത്തിൽ അഭയം തേടി പ്രാർത്ഥനയ്ക്ക് വന്നവരാണ്. ഈ ജനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ ക്യൂ നിന്ന് നിയോഗം കൊടുത്ത 347 പേരുണ്ട്.
344 പേരുണ്ട്. ഇന്നലെ സമർപ്പിച്ചവരുണ്ട്. കർത്താവ്, ഈ ജനത്തിന്റെ പ്രാർത്ഥനകളെ ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിയോഗം സമർപ്പിച്ച ഈ മക്കളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അടയാളങ്ങൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ അടയാളം സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ വിടുതൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ഉയർന്നു നിൽക്കട്ടെ. യേശുവിന്റെ കരം ഇവരെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, ഇവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകരും അവരെ നോക്കി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവ്, ഇവിടെ വന്ന് ഈ കരം ഉയർത്തിയ ഓരോ വ്യക്തികളുടെ സാക്ഷ്യം എനിക്ക് കേൾക്കാൻ കഴിയണം. ദൈവം അവരെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളം അവർക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ എവിടെ നിന്ന് വന്നവരാകട്ടെ, നിങ്ങൾ ഏതു ദേശത്തു നിന്ന് വന്നവരാകട്ടെ, ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട്, ബഹുമാനത്തോടെ കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ ബലമുള്ള ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് യേശുവേ എന്ന് വിളിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. വിശ്വസിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീസസ്. ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ കൊന്തയുണ്ടെങ്കിൽ ഒന്നെടുത്ത് കയ്യിൽ പിടിക്കാമോ? ഈ കൊന്ത ഒരു നിയോഗമുള്ളതാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ്, ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി 33 പ്രാവശ്യം പറഞ്ഞ്, കർത്താവ്, ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തിയിൽ എൻ്റെ ആവശ്യങ്ങളെ മുൻനിർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 4 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ വിശുദ്ധ ജലം തളിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ നേർച്ച ഭക്ഷണത്തെ, ഞങ്ങൾ ഉയർത്തി ഭക്തസാധനങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധ ജലം തളിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ താഴ്ത്താം. 3 പ്രാവശ്യം ചൊല്ലി ഈ ജപമാല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും തിരിച്ചിറങ്ങി പോകുമ്പോഴും നിങ്ങൾ ഈ മണ്ണിൽ തന്നെ ചവിട്ടി 30 പ്രാവശ്യം 3 പ്രാവശ്യം കൂടി ഇപ്പോൾ ചൊല്ലി എൻ്റെ നിയോഗത്തെ സാധിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണം നിങ്ങൾ പോകുവാൻ. നിങ്ങൾക്കതൊരു സാക്ഷ്യമായി തീരും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ദൈവം നൽകിയ അവസരം, ഈ മഴയായിരുന്നിട്ടും ഈ വെള്ളപ്പൊക്കമായിരുന്നിട്ടും, എന്തായാലും വലിയ മഴയിൽ നിന്നൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടി. പക്ഷെ നമ്മൾ വന്നപ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നാലും എറിച്ചിലടിച്ചും നനഞ്ഞ കുടയുമായി വണ്ടിയിൽ കയറിയും ബസ്സിൽ കയറിയും ട്രെയിനിൽ കയറിയും ഒക്കെ വന്ന ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. ഞങ്ങളൊന്നും ഒട്ടും നനഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെയാ ഉറക്കളച്ചൊക്കെ വന്നത്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പറയട്ടെ. നിങ്ങൾ ഏതു ദേശത്തു നിന്ന് വന്നവരാകട്ടെ, നിങ്ങളുടെ തിരിച്ചുള്ള യാത്ര, സഞ്ചരിക്കുന്ന വാഹനം, ആ വീട്ടിൽ ചെന്ന് കയറുന്നത് എല്ലാ സമയവും അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്മേലൊരു അനുഗ്രഹം കയറി വരട്ടെ. നമ്മുടെ ജീവിതം നമ്മൾ കണ്ടിട്ടില്ലേ? ബർത്ത്ഡേയോ വിവാഹ വാർഷികമോ ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ചില സമ്മാനങ്ങളുമായി നമ്മളെ വിസിറ്റ് ചെയ്യും, സന്ദർശിക്കും. ഇതുപോലെ ദൈവവും തൻ്റെ അനുഗ്രഹവുമായി നമ്മളെ സന്ദർശിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമുണ്ടാകട്ടെ. ദൈവം നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കട്ടെ. ശ്രദ്ധിച്ചേ, യാക്കോബ് കണ്ടു പൊട്ടിത്തകർന്ന്
ഒരു 50 രൂപയുടെ തലയണ പോലും മേടിക്കാൻ പൈസയില്ലാതെ കല്ല് തലയണയാക്കി വെച്ച് റോഡ് വക്കിൽ കിടന്നവൻ കണ്ടത് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ അടുത്ത അധ്യായത്തിൽ എഴുതിയിരിക്കുവാണ്, യാക്കോബിൻ്റെ സ്ഥിതി മാറി, യാക്കോബിൻ്റെ സമ്പത്ത് എന്നാണ് തലക്കെട്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുവാൻ 2 കരങ്ങളെയും ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, 10,000-ൽ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. ശബ്ദമുയർത്തി യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, യേശു ആരിലും വലിയവൻ, യേശു യേശു ആരിലും വലിയ. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. നന്ദിയും സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കുമുള്ള നേർച്ച ഭക്ഷണമുണ്ട്, നേർച്ച ബന്നുണ്ട്, അരിയുണ്ട്. എല്ലാം മേടിച്ച് പ്രാർത്ഥനയോടെ പോവുക. നിങ്ങൾ പോകുമ്പോൾ 30 പ്രാവശ്യം ആ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി മറക്കാതെ ചൊല്ലിപ്പോകണമേ എന്നും ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ദിവസം. തിരിച്ച് നിങ്ങളുടെ യാത്ര, ബസ്, കാറ്, ട്രെയിനിലുള്ള യാത്ര എല്ലാം അനുഗ്രഹമാകട്ടെ, സുരക്ഷിതമാകട്ടെ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ കാണുന്നതുവരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.